നമസ്കാരം. സഹകാർ റൈസ് പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. PSC എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയിപ്പോൾ ഒരുപാട് പരീക്ഷകൾ വരാൻ പോവുകയാണ്. ഡിഗ്രി പ്രിലിംസും മെയിൻസും ഒക്കെ ഇനിയിപ്പോൾ ഒരു 5-6 മാസത്തിൻ്റെ ഗ്യാപ്പിനുള്ളിൽ നിങ്ങളിലേക്ക് വരും. അപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ദ 1857 റിവോൾട്ട്, 1857 വിപ്ലവം. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണിത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഇതിനകത്ത് കുറച്ച് ഫാക്റ്റുകളൊക്കെ നമ്മൾ ഓൾറെഡി INC സമയത്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് ആദ്യം മുതലേ പഠിച്ചു വരാം. നോക്കുക, ഒന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1857 കലാപത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആൻസറോടെ നിൽക്കട്ടെ, ആൻസർ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. നിങ്ങൾ തന്നെ ആൻസർ തന്നെ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നൊരു ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ട്. 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിലേതാണ് കറക്റ്റ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അപ്പോൾ എന്താണത്? നമ്മൾ ഡിഗ്രി ലെവൽ എഴുതുന്നവരാ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളത്തിലുണ്ടാകും, ഇംഗ്ലീഷ് ടേം കാണും. അപ്പോൾ ഇതിന് ഇംഗ്ലീഷ് എന്താ എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഭൂവുടമ സമ്പ്രദായം ഏതെന്ന് ചോദിച്ചിരിക്കുന്നു. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യനുകളൊക്കെ നമ്മൾ ഈ ക്ലാസ് പോകുന്ന സമയത്ത് ക്ലാസ്സിനകത്ത് നമ്മൾ ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ക്ലാസ് മുഴുവനായിട്ട് കണ്ട ശേഷം എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ സ്വയം ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. 1857 വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നിങ്ങളിപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ LD ലെവലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാരണങ്ങൾ പ്രധാനമായിട്ട് അറിയാമായിരിക്കും. പെട്ടെന്ന് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം നിങ്ങൾക്ക് അറിയാം. പക്ഷേ നമുക്ക് അങ്ങനെ പോരാ, നമുക്ക് കുറച്ചും കൂടി ആയിട്ട് വേണം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കണോമിക് കോസസ്, സാമ്പത്തികമായിട്ടുള്ള എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സാമ്പത്തികമായിട്ടുള്ള എന്തൊക്കെ കാരണങ്ങളാണ് ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായതെന്ന് നോക്കുക. ഒന്നാമത്തേത്, ദ കൊളാപ്സ് ഓഫ് ഇന്ത്യൻ ട്രേഡ്സ് ആൻഡ് മെർച്ചന്റ് ക്ലാസസ് ഡ്യൂ ടു ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ. നമ്മളിത് പലതവണ ഡിസ്കസ് ചെയ്തതാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്തു? ചൂഷണം ചെയ്തു. അപ്പോൾ ഈ ചൂഷണം ഇന്ത്യൻ ട്രേഡ്സ് ആൻഡ് മെർച്ചൻ്റ് ക്ലാസ് ഇതൊക്കെ തകരുന്നതിന് കാരണമായി, കൊളാപ്സ് ആകുന്നതിന് കാരണമായി. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഈ ഫസ്റ്റ് നമ്മൾ പറയുന്ന റീസൺസ് ഒക്കെ എല്ലാ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ടാണ് പോകുന്നത്. നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നമുക്കിത് മനസ്സിലേക്ക് കിട്ടില്ല. നമുക്കിപ്പോൾ വർഷമോ അല്ലെങ്കിൽ ആളുകളുടെ പേരോ ഒന്നുമല്ല. നമ്മൾ മറ്റേ essay പഠിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ വരുന്ന ഒരു മേഖലയാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന കോസസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എന്ത് കൊളാപ്സ് ആയി? നമ്മുടെ ഇന്ത്യൻ ട്രേഡ്സും അതുപോലെ മെർജൻ ക്ലാസ്സൊക്കെ എന്ത് ചെയ്തു? വളരെ ബ്രിട്ടീഷുകാരുടെ ചൂഷണം മൂലം തകർന്നു പോയത് 1857 വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു. 2, ലാൻഡ് റവന്യൂ സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ലാൻഡ് റവന്യൂ സിസ്റ്റംസ്, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ ചില പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. അവ എന്ത് ചെയ്തു? നമ്മുടെ ഈ പെട്ടെന്നുണ്ടാകുന്ന ഒരു 1857 വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സിസ്റ്റങ്ങളാണ്. ഒന്ന്, പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, അതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ജമീന്ദാരി സിസ്റ്റം എന്ന് പറയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ റയത്വാരി സിസ്റ്റം മറ്റൊരു സിസ്റ്റമാണ്. മഹൽവാരി സിസ്റ്റം, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന റവന്യൂ സിസ്റ്റംസ് ആണ്, ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ആണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ജമീന്ദാരി സിസ്റ്റം എന്നറിയപ്പെടുന്നു. റയത്വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം തുടങ്ങിയ ഒരുപാട് നയപരിപാടികൾ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിപ്ലവത്തിലേക്ക് നയിച്ച 57 വിപ്ലവത്തിലേക്ക് നയിച്ച എക്കണോമിക് കോസസുകളാണ്, സാമ്പത്തികപരമായിട്ടുള്ള കാരണങ്ങളാണ്. അപ്പോൾ ഇതൊന്നും ഇന്ത്യക്കാർ അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ട് ഇന്ത്യക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി. എന്തുകൊണ്ടാണ് ഒരു വിപ്ലവം നടക്കുന്നത്? അതായത് ഒരു ഭരണത്തിൽ ആളുകൾ സംതൃപ്തരാകാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ ചില വിഭാഗങ്ങൾക്ക് എന്ത് ചെയ്തു? അസംതൃപ്തി ഉണ്ടാക്കി. അവരൊക്കെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു. ഓക്കെ, അടുത്തത്, എക്സ്പ്ലോയിറ്റേഷൻ ഫേസ്ഡ് ബൈ ഫാർമേഴ്സ് അറ്റ് ദ ഹാൻഡ് ഓഫ് മണി ലെൻഡേഴ്സ്. മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്നിട്ട് കർഷകർക്കുണ്ടായിട്ടുള്ള ചൂഷണം. ഈ മണി ലെൻഡേഴ്സ് എന്ത് ചെയ്തു? കർഷകരെ വലിയ രീതിയിൽ ചൂഷണം ചെയ്തു. അങ്ങനെ ചൂഷണം ചെയ്യുന്നതിനെതിരെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നില്ല? നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. ബ്രിട്ടീഷുകാരും മണി ലെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിന്നു. അത് കർഷകർക്ക് ബ്രിട്ടീഷുകാരോട് എന്തുണ്ടാക്കുന്നതിന് കാരണമായി? ഒരു
വിദ്വേഷം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവരെ എതിർക്കുന്നതിനൊരു കാരണമായിരുന്നു. ഓക്കെ, 3 പോയിന്റുകൾ പഠിച്ചല്ലോ. ഏതൊക്കെയാണ്? നമ്മുടെ ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോറ്റേഷൻ മൂലം ഇന്ത്യൻ എക്കണോമി തകർന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമി, ഇന്ത്യൻ ട്രേഡ്സും ഒക്കെ കൊളാപ്സായി, മെർച്ചൻസ് ഒക്കെ തകർന്നുപോയി. അതുപോലെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ലാൻഡ് റവന്യൂ സിസ്റ്റംസ്, പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, അതുപോലെ റയത്ത് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം തുടങ്ങിയ സാമ്പത്തിക ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ലാൻഡ് റവന്യൂ സിസ്റ്റംസ് നമ്മുടെ എക്കണോമിക് തകരുന്നതിന് കാരണമായി, അല്ലെങ്കിൽ അത് കലാപത്തിലേക്ക് നയിച്ചു. അടുത്തത് എക്സ്പ്ലോറ്റേഷൻ ഫോഴ്സ്ഡ് ബൈ ഫാർമേഴ്സ് അറ്റ് ദ ഹാൻഡ് ഓഫ് മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്നിട്ട് ഫാർമേഴ്സിനുണ്ടായ ചൂഷണം, ഇതൊക്കെ എന്തിന് കാരണമായി? 1857 വിപ്ലവത്തിന് കാരണമായി. ദ കൊളാപ്സ് ഓഫ് ഇന്ത്യൻ കോട്ടേജ് ആൻഡ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസ് as they could not complete with the British machine made product. ശ്രദ്ധിക്കുക, എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ കോട്ടേജ്, അതുപോലെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി, ഇന്ത്യൻ കോട്ടേജ് ആൻഡ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസ് ആസ് ദേ കുഡ് നോട്ട് കംപ്ലീറ്റ് വിത്ത് ബ്രിട്ടീഷ് മെഷീൻസ് മേഡ്. ഇവിടെ നോക്കുക, അതായത് നമ്മുടെ ഈ കുടിൽ കൈത്തറി വ്യവസായം, അതുപോലെ ഹാൻഡ്ലൂം സിസ്റ്റം, നമ്മുടെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസിനൊന്നും എന്ത് ചെയ്യാൻ പറ്റിയില്ല? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന മിഷ്യൻ മെയ്ഡ് പ്രൊഡക്റ്റ്, ബ്രിട്ടീഷുകാർ ഒരുപാട് മിഷണറീസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ ഈ തുണി വ്യവസായം, വസ്ത്ര വ്യവസായം വളരെ വിപുലമായിട്ട് നടത്തി. അതിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാനായിട്ട് നമ്മുടെ ഇവിടുത്തെ ഈ കോട്ടേജ് ആൻഡ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കോട്ടേജ് ആൻഡ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി, അതായത് എന്താണ്, ചെറുകിട കൈത്തറി യൂണിറ്റുകളും അതുപോലെ ഹാൻഡ്ലൂം വ്യവസായങ്ങളൊക്കെ എന്ത് തകർന്നു വരും. നമ്മൾ ഈ ചർക്ക പോലുള്ള സാധനങ്ങൾ കൊണ്ടിട്ട് എന്ത് ചെയ്യുന്നു, കൈത്തറിയൊക്കെ ചെയ്ത് വളരെ അങ്ങനെ ആ ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ വലിയ എക്യുപ്ഡ് ആയിട്ടുള്ള മെഷീൻസ് കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യുന്നു. അപ്പോൾ അവരോട് പിടിച്ചു നിൽക്കാനായിട്ട് ഇന്ത്യൻ കോട്ടേജ് ആൻഡ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ട് അവർ കൊളാപ്സായി, തകർന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള അത് ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ബ്രിട്ടീഷുകാരുടെ ദേഷ്യം തോന്നും. അതും വിപ്ലവത്തിനൊരു പ്രധാനപ്പെട്ട കാരണമായി. 4 പോയിന്റ് പഠിച്ചേ, 4 പോയിന്റ് മനസ്സിലുണ്ടേ? ഇത് നമ്മൾ മറ്റേ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോകുന്ന പോയിന്റുകളാണ്, പക്ഷേ ഇത് ചോദിക്കും. നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പല ക്ലാസ്സുകളിലായിട്ട് കണ്ടതാണ്. PSC എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. സോ നന്നായിട്ട് പഠിച്ചില്ല എങ്കിൽ മാർക്ക് പോകും. നോക്കുക, അടുത്തത് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ. എന്താണ് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വ്യവസായവൽക്കരണം. ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ വ്യവസായവൽക്കരണത്തിനെതിരെ, വ്യവസായവൽക്കരണം തകർക്കുക. അപ്പോൾ രാജ്യത്തെ വ്യവസായവൽക്കരിക്കാൻ സമ്മതിക്കാതിരുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ചെയ്ത പരിപാടികൾ രാജ്യത്തിൻ്റെ എന്തിനെ തകർത്തു? വ്യവസായവൽക്കരണത്തെ തകർത്തു. അതും വിപ്ലവത്തിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു. അടുത്തത് നോക്കുക, ദ ഡിസ്ട്രസ് സഫേർഡ് ബൈ ഓൾഡ് ജമീന്ദാർസ്, റിബൽസ് ആൻഡ് റിലീജിയസ് പീച്ചേഴ്സ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്ത് പണ്ട് ജമീന്ദാർമാരായിട്ടുള്ള ആളുകൾ, അതുപോലെ റിബൽസ് വിപ്ലവകാരികൾ, ആൻഡ് റിലീജിയസ് പീച്ചേഴ്സ് മതപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന മതപ്രവാചകന്മാരെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നു. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് ആളുകൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ആ ഒരു മേഖലയിലുള്ള ആളുകൾക്കും സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും? ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു രോക്ഷം ഉണ്ടാകും, അല്ലേ? പഴയ എന്താണ്, ജമീന്ദാർമാർ, റിബൽസ്, അതുപോലെ റിലീജിയസ് പീച്ചേഴ്സ്, ഇവർക്കൊക്കെ ബ്രിട്ടീഷ് ഭരണകാലത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂളിൽ എന്ത് ചെയ്യേണ്ടി വന്നു? ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്യേണ്ടി വന്നു, സഹിക്കേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും അതും വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എക്കണോമിക് കോസസാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതെല്ലാം പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നതിന് കാരണമായി എന്നുള്ളതാണ്. തിരിയുക എന്ന് പറഞ്ഞാൽ ഈ കാരണങ്ങൾ കൊണ്ട് ഇന്നിപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മളെ ചൂഷണം ചെയ്തു, നാളെ പോയി വിപ്ലവം ഉണ്ടാക്കി എന്നല്ല. ഇപ്പോൾ എങ്ങനെയാണ് ഒരു വിപ്ലവം ഉണ്ടാകുന്നത്? ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് നമ്മളോട് ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിന് ദോഷമായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് അവരുടെ വിദ്വേഷമുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു സമയത്ത് അവർക്കെതിരെ നിൽക്കാനായിട്ടൊരു സംഭവം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്തുള്ള ആൾ അവരെതിരായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നമ്മൾ അതിനകത്ത് പങ്കാളികളാവുമല്ലോ. അതുപോലെയാണ് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ പെട്ടെന്നൊരു കാരണം ഉണ്ടാകുന്നു. അങ്ങനെ പെട്ടെന്നൊരു കാരണം ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊരു വിപ്ലവം ഉണ്ടാകുന്നു. അത് വ്യാപകമായിട്ട് വ്യാപിക്കാനുള്ള കാരണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. കാര്യം ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ പല മേഖലയിലെ ആളുകളും ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു. ഈ ഒരു സമയത്താണ് ഈ വിപ്ലവം ഉണ്ടാകുന്നത് എന്താണെന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. ഞാൻ ആ പറയുന്ന സമയത്ത് ഒന്നും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് പല മേഖലയിലുള്ള ആളുകൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു. ഒരിക്കൽ കൂടി പറയാം. അപ്പോൾ എക്കണോമിക് കോസസ് എന്ന് പറയുന്നത്
എന്നാണ് നമ്മുടെ ഇന്ത്യൻ ട്രേഡ്സും അതുപോലെ മെർച്ചൻ്റ് ക്ലാസ്സൊക്കെ എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷ് ചൂഷണം കാരണം കൊളാപ്സ് ആയതൊരു പ്രധാനപ്പെട്ട കാരണം. 2, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ആണ്, അത് രണ്ടാമത്തെ കാരണമാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, അതുപോലെ റൗത്ത് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, ഇതൊക്കെ എന്താണ് നമ്മൾ പഠിക്കും. മൂന്നാമത്തേത് കർഷകർ മണി ലെൻഡേഴ്സിൽ നിന്ന് അനുഭവിക്കുന്ന ചൂഷണങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു. അടുത്ത കാരണമെന്ന് പറയുന്നത് ഇന്ത്യൻ കോട്ടേജ് ആൻഡ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി കൊളാപ്സായി. കാരണം അവർക്ക് ബ്രിട്ടീഷ് മെയ്ഡ് മെഷീൻസിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളും എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരുടെ ഈ ഭരണം കാരണം തകർച്ചയിലേക്ക് പോയി. അവർക്കും ബ്രിട്ടീഷുകാരുടെ എതിർപ്പുണ്ടായി. ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദ കൺട്രി, രാജ്യത്തിൻ്റെ വ്യാവസായവൽക്കരണം തടസ്സപ്പെട്ടത് 1857 നയിച്ച പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് കോസസ് അല്ലെങ്കിൽ സാമ്പത്തിക കാരണമാണ്. ഓൾഡ് ജമീന്ദാരീസ്, അതുപോലെ തന്നെ റിബൽസ്, വിപ്ലവകാരികൾ, അതുപോലെ മതപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കും ബ്രിട്ടീഷുകാരോട് ഒരു എതിർപ്പുണ്ടായി. ഈ പറയുന്ന കാരണങ്ങളൊക്കെ എന്തിലേക്ക് നയിച്ചു? 1857 വിപ്ലവത്തിലേക്ക് നയിച്ച എക്കണോമിക് കോസസ് ആണ്, സാമ്പത്തികപരമായ കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ സാമ്പത്തികപരമായിട്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പൊളിറ്റിക്കൽ കോസസ്, സാമൂഹികപരമായിട്ടുള്ള എന്തൊക്കെ കാരണങ്ങളാണ് ഈ പറയുന്ന വിപ്ലവത്തിലേക്ക് നയിച്ചത് നോക്കുക. ദ അനക്സേഷൻ ഓഫ് പോളിസി ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് മെയിൻ പൊളിറ്റിക്കൽ റീസൺ ഓഫ് ദ 1857 റിവോൾട്ട്. ദ അനക്സേഷൻ പോളിസി എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പ്രദേശങ്ങളും എന്ത് ചെയ്യുക, കൂട്ടിച്ചേർക്കുക. അതായത് ഇപ്പോൾ ബാക്കി നമ്മൾ പറയുന്നുണ്ട്, കൂട്ടിച്ചേർക്കുക. അതായത് ഇപ്പോൾ പല പ്രദേശങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും പലതിനോടും കൂട്ടിച്ചേർക്കുന്ന ബ്രിട്ടീഷുകാരുടെ ഒരു നയം എന്തിലേക്ക് നയിച്ചു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നയം ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ റീസൺ ആയിരുന്നു. 1857 വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായിരുന്നു. ദ ബ്രിട്ടീഷ് യൂസ്ഡ് റിച്ചാർഡ് വെല്ലസ്ലി സബ്സിഡറി അലയൻസ് ആൻഡ് ലോർഡ് ഡെൽഹൌസീസ് ഡോക്ട്രിനൽ ഓഫ് ലവ്സ് ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ ഈ ഓരോ പ്രദേശങ്ങളും കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച 2 പരിപാടികളാണ് സബ്സിഡിയറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, ആൻഡ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഓക്കെ, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ദത്തവകാശ നിരോധനം എന്ന് പറയും. അപ്പോൾ സബ്സിഡറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധനവും, ഡോക്ട്രിൻ ഓഫ് ലാപ്സും, ഇത് രണ്ടും ബ്രിട്ടീഷുകാരുടെ ഈ ആൻസേഷൻ പോളിസിയുടെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു. ഇത് പൊളിറ്റിക്കലായിട്ട് വലിയൊരു എതിർപ്പുണ്ടാകാൻ കാരണമായി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സബ്സിഡറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന വ്യക്തിയാണ് റിച്ചാർഡ് വെല്ലസ്ലി. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ടുവന്ന വ്യക്തിയാണ് ലോർഡ് ഡെൽഹൌസി. അപ്പോൾ റിച്ചാർഡ് വെല്ലസ്ലിയുടെ സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ സബ്സിഡറി അലയൻസും ഡെൽഹൌസിയുടെ ഡോക്ട്രിൻ ഓഫ് ലാപ്സും പൊളിറ്റിക്കൽ റീസൺസ് ആണ് 1857 വിപ്ലവം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഇതെന്താണെന്ന് നമുക്ക് പഠിക്കാം കേട്ടോ. അതായത് ഈ 2 നിയമങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ചില ഭാഗങ്ങൾ എന്ത് ചെയ്യും, ബ്രിട്ടീഷുകാരോട് കൂട്ടിച്ചേർക്കപ്പെടും. വിശദമായിട്ട് എന്താണ് നമ്മൾ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നോക്കുക, ദ ഡിനൈൽ ഓഫ് പെൻഷൻ ടു നാനാ സാഹിബ്. നാനാ സാഹിബിൻ്റെ പെൻഷൻ എന്ത് ചെയ്തു, ഡിനൈൽ ചെയ്തു. നാനാ സാഹിബിന് പെൻഷൻ കൊടുക്കുന്ന പരിപാടി എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ സ്റ്റോപ്പ് ചെയ്യിച്ചു. അപ്പോൾ അതും ഈ വിപ്ലവത്തിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ റീസൺ ആണ്. അടുത്ത നോക്കുക, ദ അറ്റംപ്റ്റ് ടു അബോളിഷ് ദ മുഗൾ എംപറേഴ്സ് റൂൾ സ്റ്റാറ്റസ് ആൻഡ് എവിക്ട് ദ സക്സസർ ഫ്രം ദ റെഡ് ഫോർട്ട്. to attempt to abolish Mughal emperor's rules, Mughal emperor's royal status. അതായത് ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഈസ്റ്റ് ഇന്ത്യ ഭരണം നടക്കുന്ന സമയത്തൊക്കെ മുഗളന്മാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ അവസാന കാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പറയുന്ന വിപ്ലവം നടക്കുന്ന സമയത്ത് മുഗൾ സാമ്രാജ്യം ഏകദേശം തകർന്നു, കാര്യങ്ങളൊക്കെ ഏകദേശം ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. അപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ടും ഇവരുടെ ഒരു റോയൽ സ്റ്റാറ്റസ് എന്ത് ചെയ്യണം, തകർക്കണം ബ്രിട്ടീഷുകാർക്ക്. അങ്ങനെ ഈ മുഗൾ എംപററിൻ്റെ ഒരു റോയൽ സ്റ്റാറ്റസ് തകർക്കുന്നതിനായിട്ട് അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എവിക്ട് സക്സസേഴ്സ് ഫ്രം റെഡ് ഫോർട്ട്. ഈ മുഗൾ എംപറേഴ്സിൻ്റെ സക്സസേഴ്സിൻ്റെ ഇവരുടെ മുൻഗാമികളെ, പിൻഗാമികളല്ല മുൻഗാമികൾ, അതായത് ഈ ഭരിച്ചുകൊണ്ടിരുന്ന മുഗളന്മാരുടെ പ്രമുഖരായിരുന്ന രാജാക്കന്മാരുടെ പുതിയ തലമുറ എന്ത് ചെയ്തു, റെഡ് ഫോർട്ടിൽ നിന്ന് പുറത്താക്കി. ഓക്കെ, ബ്രിട്ടീഷുകാർ മുഗൾ ഭരണം അല്ലെങ്കിൽ മുഗളന്മാരുടെ ആ പ്രതാപം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സക്സസേഴ്സിനെ എന്ത് ചെയ്തു, റെഡ് ഫോർട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഇതും ഈ 1857 റിവോൾട്ടിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണമായിരുന്നു. സ്വാഭാവികമായിട്ടും ആ മുഗൾ എംപറേഴ്സിനും അവരുടെ സക്സസേഴ്സിനും അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും, ബ്രിട്ടീഷുകാരോട് ഒരു എതിർപ്പുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ റീസൺസ് എന്ന് പറയുന്നത്. പിന്നെയുമുണ്ട് ദ അൻസെക്ഷൻ ഓഫ് പ്രിൻസിലി സ്റ്റാറ്റസ് ഓഫ് ഔദ് 1856 by British
സിറ്റിംഗ് മിസ്ഗവേണൻസ് അതല്ലെങ്കിൽ ദുർഭരണമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് അവധ് എന്ന് പറയുന്ന പ്രദേശം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ 1856 തങ്ങളോട് കൂട്ടിച്ചേർത്തു. ഇതും 1857 വിപ്ലവത്തിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ബ്രിട്ടീഷുകാർ ആദ്യം കൂട്ടിച്ചേർക്കുന്ന പ്രദേശമാണ് അവധ്. അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. അവധ് എന്ന് പറയുന്നത് ഒരു നാട്ടുരാജ്യമാണ്, ഒരു പ്രിൻസിലി സ്റ്റേറ്റസ് ആണ്. ഈ നാട്ടുരാജ്യം ബ്രിട്ടീഷുകാർ അവരോടൊപ്പം ഈ അവധ് കൂട്ടിച്ചേർക്കാൻ വേണ്ടി അവരുടെ ഭരണത്തിൻ്റെ അധീനതയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഒരു കാരണമുണ്ടാക്കി. മിസ്ഗവേണൻസ്, ദുർഭരണം ആരോപിച്ചുകൊണ്ട്, അവിടുത്തെ ഭരണം ശരിയല്ല അല്ലെങ്കിൽ ദുർഭരണമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഈ അവധ് എന്ന് പറയുന്ന പ്രദേശം തങ്ങളോട് കൂട്ടിച്ചേർത്തു. ഇതും ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു. ലോർഡ് ക്ലാനിങ്സ് പ്രൊക്ലമേഷൻ ദാറ്റ് ദ മുഗൾസ് വുഡ് ലൂസ് ദെയർ റോയൽ ടൈറ്റിൽ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ബഹദൂർ ഷാ സെക്കൻഡ്. ബഹദൂർ ഷാ രണ്ടാമൻ്റെ മരണത്തോട് അല്ലെങ്കിൽ മരണത്തിന് ശേഷം, അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം മുഗളന്മാരുടെ റോയൽ സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു എന്നൊരു പ്രൊക്ലമേഷൻ ലോർഡ് കാനിങ് നടത്തുന്നു. അപ്പോൾ ലോർഡ് കാനിങ്സ് പ്രൊക്ലമേഷൻ ദാറ്റ് മുഗളൻസ് വുഡ് ലൂസ് ദയർ റോയൽ ടൈറ്റിൽ, മുഗളന്മാർക്ക് അല്ലെങ്കിൽ മുഗൾ ഭരണാധികാരികൾക്ക് അവരുടെ റോയൽ ടൈറ്റിൽ നഷ്ടപ്പെട്ടു എന്നൊരു പ്രൊക്ലമേഷൻ ലോർഡ് കാനിങ് നടത്തുന്നു. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ബഹദൂർ ഷാ സെക്കൻഡ്, ബഹദൂർ ഷാ രണ്ടാമൻ്റെ മരണശേഷം അവരുടെ സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു പോയി എന്നൊരു പ്രൊക്ലമേഷൻ നടക്കുന്നു. ഇതും മുഗളന്മാരെയും അല്ലെങ്കിൽ മുഗൾ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട ആളുകളെയും ചൊടിപ്പിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരോട് ഒരു എതിർപ്പുണ്ടായി. അപ്പോൾ എല്ലാവരും ഈ പറയുന്ന നമ്മൾ ആദ്യം പഠിച്ച എക്കണോമിക്കൽ റീസൺസ് കൊണ്ട് കുറേ ആളുകൾക്ക് ബ്രിട്ടീഷുകാരോട് ശത്രുത, പൊളിറ്റിക്കലായിട്ടുള്ള റീസൺസ് ആയതുകൊണ്ട് ഇപ്പോൾ അവധ് പോലെയുള്ള നാട്ടുരാജ്യങ്ങൾക്കും അതുപോലെ മുഗളന്മാർക്കും അതുപോലെ നമ്മുടെ ഡോക്ട്രിനൽ ഓഫ് ലാപ്സും സബ്റ്ററി അലയൻസും കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട നാട്ടുരാജ്യങ്ങൾക്കും ഒക്കെ ബ്രിട്ടീഷുകാരോടൊരു എതിർപ്പ് ഉണ്ടായി നിൽക്കുന്ന സമയമാണ്. കൂടാതെ കറപ്ഷൻ ആൻഡ് ഒപ്പഴ്സീവ് പൊളിറ്റിക്കൽസ് ഇൻ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്ന കറപ്ഷൻ, അഴിമതി, ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന അഴിമതിയും അതുപോലെ തന്നെ ഒപ്രസീവ് പോളിസീസ്, അടിച്ചമർത്തുന്ന ഒരു ഭരണരീതിയുമൊക്കെ നമ്മുടെ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ബ്രിട്ടീഷ് ഭരണത്തിലേക്ക് എതിർക്കുന്നതിന് കാരണമായി. അപ്പോൾ ഇതൊക്കെയാണ് 1857 നയിച്ച പൊളിറ്റിക്കൽ കോസസ്. നമ്മൾ ആദ്യം പഠിച്ചത് എക്കണോമിക് കോസസ് ആണ്. പൊളിറ്റിക്കൽ കോസസ് ഒരിക്കൽ കൂടി പെട്ടെന്ന് പറയാം, ശ്രദ്ധിച്ചിരിക്കുക. ഒന്ന്, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ പ്രദേശങ്ങൾ അവരോട് കൂട്ടിച്ചേർക്കുന്നുള്ളൊരു പോളിസി ഉണ്ടായിരുന്നു, ദ ആക്സിഷൻ പോളിസി. അത് 1857 വിപ്ലവത്തിലേക്ക് നയിച്ച ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളാണ് റിച്ചാർഡ് വെല്ലസ്ലിയുടെ സബ്സിഡറി അലയൻസും ലോർഡ് ഡൽഹൌസിയുടെ ഡോക്ട്രൈൻ ഓഫ് ലാപ്സും. ഇവയ്ക്ക് പുറമെ നാനാ സാഹിബിന്റെ പെൻഷൻ ബ്രിട്ടീഷുകാർ ഡിനെയിൽ ചെയ്തതും വിപ്ലവത്തിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ റീസണാണ്. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് മുഗൾമാർക്കെതിരെ നടന്നതാണ്. മുഗളന്മാരുടെ റോയൽ സ്റ്റാറ്റസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സക്സസേഴ്സിനെയൊക്കെ റെഡ് ഫോർട്ടിൽ നിന്ന് ബ്രിട്ടീഷുകാർ പുറത്താക്കി. കൂടാതെ അതിനോടൊപ്പം ഈ ഒരു പോയിന്റ് പഠിച്ചു വയ്ക്കുക. ലോർഡ് കാനിങ് പ്രഭു എന്ത് ചെയ്യുന്നു? ഒരു പ്രൊക്ലമേഷൻ നടത്തുന്നു. ബഹദൂർ ഷാ രണ്ടാമൻ്റെ മരണശേഷം അല്ലെങ്കിൽ മരണത്തോടു കൂടി നമ്മുടെ മുഗളന്മാരുടെ അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ റോയൽ സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു എന്നൊരു പ്രസ്താവന നടത്തുന്നു. അപ്പോൾ അതും വിപ്ലവത്തിലേക്ക് നയിച്ചൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അടുത്തത്, അവധ് എന്ന് പറയുന്ന നാട്ടുരാജ്യം മിസ്ഗവേണൻസ്, ദുർഭരണം ആരോപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ തങ്ങളോട് കൂട്ടിച്ചേർത്തത് വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ റീസൺ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ബ്രിട്ടീഷുകാരുടെ കറപ്ഷനും അതുപോലെ തന്നെ ഒപ്രസീവ് പോളിസീസ്, അടിച്ചമർത്തിക്കൊണ്ടുള്ള ഭരണനയങ്ങളും ഒക്കെ വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ റീസൺസ് ആണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നു സോഷ്യോ ആൻഡ് കൾച്ചറൽ കോസസ്, സാമൂഹികപരവും സാംസ്കാരികപരവുമായിട്ടുള്ള എന്തൊക്കെ കാരണങ്ങളാണ് വിപ്ലവത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. നോക്കുക. റേഷ്യൽ ഹേറ്റഡ് ആൻഡ് ഇൻസൾട്ട് ബൈ ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്ന വർണ്ണവിവേചനവും അതുപോലെ തന്നെ അപമാനവും ഒക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ നിറത്തിൻ്റെ പേരിൽ വിഭജിച്ച് നിർത്തിയിരുന്നു. റേഷ്യൽ ഹേറ്റർ ഉണ്ടായിരുന്നു. അതുപോലെ ഇൻസൾട്ട്, ഇന്ത്യക്കാരെ നിരന്തരമായിട്ട് അവർ ഇൻസൾട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് ഒരു സോഷ്യോ ആൻഡ് കൾച്ചറൽ കോസാണ് വിപ്ലവത്തിലേക്ക് നയിച്ചത്. ഞാനിനി എല്ലായിടത്തും വിപ്ലവത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നില്ല. വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ്, അതായത് ബ്രിട്ടീഷുകാരോട് ദേഷ്യം ഉണ്ടാകുന്ന കാരണങ്ങളാണ് ഈ പറയുന്നത്. അടുത്തത്, ഇന്ത്യൻ ജഡ്ജസ് വെയർ നോട്ട് അലൗഡ് ടു ട്രൈ യൂറോപ്യൻ ക്രിമിനൽസ്. യൂറോപ്യൻ ക്രിമിനൽസിനെ വിചാരണ ചെയ്യാൻ ഇന്ത്യക്കാരെ എന്ത് ചെയ്തിരുന്നില്ല? ഇന്ത്യക്കാരായ ജഡ്ജിമാരെ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ അതും ഒരു സോഷ്യോ കൾച്ചറൽ കോസാണ് വിപ്ലവത്തിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അടുത്തൊരു കാരണം എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് എൻകറേജ്മെൻറ്റ് ഗിവൺ ബൈ ബ്രിട്ടീഷ് ടു ക്രിസ്ത്യൻ മിഷണറീസ്. ക്രിസ്ത്യൻ മിഷണറീസിനെ ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു? അവർക്ക് പ്രൊട്ടക്ഷനും അതുപോലെ അവരെ നല്ല രീതിക്ക് പ്രോത്സാഹിപ്പിക്കും. ക്രിസ്ത്യൻ മിഷണറീസ് എന്താ ചെയ്യുന്നത്? ഇന്ത്യയിൽ വന്നിട്ട് ക്രിസ്ത്യൻ മതം പ്രചരിപ്പിക്കും, ഇവിടെയുള്ള ആളുകളെ മതം മാറ്റും. അപ്പോൾ അത് നമ്മുടെ
സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആയിട്ടുള്ള നമ്മുടെ ഒരു പാരമ്പര്യം തകർക്കുന്ന ഒരു പ്രവണതയായിട്ട് ഇന്ത്യക്കാർക്ക് തോന്നി. സ്വാഭാവികമായിട്ടും ആ രീതിയിലും ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരുടെ എതിർപ്പ് ഉണ്ടായി. അടുത്തത് നോക്കുക, ദ ലോ ഗീവിങ് കൺവേർട്ടഡ് ഇൻഡിവിജ്വൽ റൈറ്റ് ടു ഏൻഷ്യൻ പ്രോപ്പർട്ടി. അതായത് ഒരു വ്യക്തിക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ ഏൻഷ്യൻ പ്രോപ്പർട്ടീസ്, പൂർവികരുടെ സ്വത്തിൽ അവകാശം വാദിക്കാനുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമത്തിനെ ഒരു മാറ്റി. ദ ലോ ഗീവിങ് കൺവേർട്ടഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ടു ഏൻഷ്യൻഷ്യൽ പ്രോപ്പർട്ടി. പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന സ്വത്ത് ഇപ്പോൾ അപ്പൂപ്പൻ്റെ അല്ലെങ്കിൽ മുതുമുത്തച്ഛൻ്റെ സ്വത്തൊക്കെ ഒരാൾക്ക് കൈവശം വയ്ക്കാമായിരുന്നു എന്നുള്ള നിയമം ബ്രിട്ടീഷുകാർക്ക് ചേഞ്ച് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചാൽ പോലും നമ്മുടെ പൂർവികരുടെ സ്വത്ത് നമുക്ക് കിട്ടും എന്നൊരു നിയമം ബ്രിട്ടീഷുകാരാക്കി. അങ്ങനെ ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ മതം മാറിപ്പോയാലും നമുക്ക് ആ സ്വത്ത് കിട്ടൂല എന്നുള്ള ഒരു ഇതിനെയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ മാറിപ്പോയാലും വേറെ മതത്തിലോട്ട് പോയാലും നിങ്ങൾക്ക് സ്വത്ത് കിട്ടും എന്ന രീതിയിലേക്ക് നിയമത്തെ മാറ്റുന്നുണ്ട്. അതായത് ക്രിസ്ത്യൻ മിഷണറീസിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ഒരു മതം അല്ലെങ്കിൽ അവരുടെ കൾച്ചർ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു സംഭവം ഇന്ത്യയിൽ മൊത്തം വ്യാപിപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചു. ഇത് ഇവിടെയുള്ള ആളുകളെ ചൊടിപ്പിച്ചു എന്നുള്ളതാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്ത നോക്കുക, ഇമ്പോഷൻ ഓഫ് ടാക്സ് ഓൺ ദ പ്രോപ്പർട്ടി ഓഫ് ടെമ്പിൾസ്, മോസ്ക് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഇമ്പോഷൻ ഓഫ് ടാക്സ് ഓൺ ദ പ്രോപ്പർട്ടി ഓഫ് ടെമ്പിൾ, മോസ്ക് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അമ്പലങ്ങൾ, പള്ളികൾ, അതുപോലെ തന്നെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരുടെയൊക്കെ അധീനതയിലുള്ള സ്വത്തിന്മേൽ നികുതി ഏർപ്പെടുത്തി. അപ്പോൾ ഇതൊക്കെ ഈ വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട നമ്മുടെ സോഷ്യോ കൾച്ചറൽ കോസസ് ആണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കൾച്ചറലിനെ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ലൈഫിനെ ബാധിക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇതൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു എതിർപ്പുണ്ടാക്കുന്നതിന് കാരണമായി. വേറൊരു കാരണം, ഫിയർ ദാറ്റ് ദ റിലീജിയൻ എക്സിസ്റ്റിംഗ് ഇൻ ഇന്ത്യ വെർ ഡേഞ്ചർ. ഈ ക്രിസ്ത്യൻ മിഷണറീസിനെയൊക്കെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയിലേക്ക് കൺവെർട്ട് ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തിൽ അവകാശമുണ്ട് എന്ന നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ, പള്ളികൾക്ക് മേലും അമ്പലങ്ങൾക്ക് മേലും നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്ക് മേലുമൊക്കെ നികുതി ഏർപ്പെടുത്തുമ്പോഴൊക്കെ ഇന്ത്യയിലെ നിലവിലുള്ള മതങ്ങൾക്കെതിരെ ഭീഷണിയാകുമോ എന്ന് ഇന്ത്യക്കാർ ഭയപ്പെട്ടു. ഫിയർ ദാറ്റ് ദ റിലീജിയൻസ് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ വെയർ ഇൻ ഡേഞ്ചർ. ഇന്ത്യയിൽ നിലനിൽക്കുന്ന മതങ്ങൾ ഡേഞ്ചർ ആകുമോ, അപകടാവസ്ഥയിലേക്ക് പോകുമോ, മതങ്ങൾ നശിച്ചു പോകുമോ, നമ്മളൊക്കെ മതം മാറേണ്ടി വരുമോ എന്ന് ഇന്ത്യക്കാർ എന്ത് ചെയ്തു, ആ സമയത്ത് ചിന്തിച്ചു എന്നുള്ളതാണ്. ഇൻട്രൊഡ്യൂസിങ് ദ ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് ഇൻ 1856. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം 1886 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളായിട്ടുള്ള വിധവകൾക്ക് എന്ത് ചെയ്യാം, വിവാഹം കഴിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് അതൊരു വിപ്ലവത്തിലേക്ക് നയിക്കുന്ന കാരണമാകുന്നതെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും. നല്ലതല്ലേ അത്? നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. പക്ഷേ ബ്രിട്ടീഷുകാരിത് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഹിന്ദു വിധവകളെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കല്യാണം കഴിക്കുന്ന ഹിന്ദു വിധവകൾ എന്തായി മാറും, ബ്രിട്ടീഷുകാരുടെ ഇപ്പോൾ ആരാണോ കല്യാണം കഴിക്കുന്നത് അയാളുടെ മതം ക്രിസ്ത്യാനികളായിരിക്കും, ക്രിസ്ത്യാനിലോട്ട് കൺവെർട്ടപ്പെടും. അപ്പം ഇന്ത്യക്കാർ പേടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മതം മാറ്റും, ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ മൊത്തത്തിൽ മതം മാറ്റി ക്രിസ്ത്യൻ മതത്തിലേക്ക് കൊണ്ടുപോകും എന്നൊരു പേടി ഇന്ത്യക്കാർക്കുണ്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പേടി ഇവരോടുള്ള വലിയ എതിർപ്പിന് കാരണമായി എന്നുള്ളതാണ്. ദ ഗ്രാജുവൽ സ്ട്രെങ്തനിങ് ആൻഡ് ക്യാമ്പയിനിങ് ദാറ്റ് ബ്രിട്ടീഷ് വെർ ട്രൈങ് ടു ഡിസ്ട്രോയ് ഇന്ത്യൻ റിലീജിയൻ ആൻഡ് കൺവേർട്ടഡ് ഇന്ത്യൻ ഇൻറ്റു എ ക്രിസ്ത്യൻ കൺട്രി. അത് തന്നെയാണ് പറയുന്നത്. എന്താണ് പതുക്കെ അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ നിയമങ്ങളിലൂടെയൊക്കെ എന്താണ് പതിയെ നമ്മുടെ ഇന്ത്യക്കാരെ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലുള്ള മതങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഹിന്ദുമതം, പിന്നെ മുഗളന്മാർ കുറേ നാളുടെ ഭരിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു വിഭാഗം, മുസ്ലിം മതം സ്വീകരിച്ച ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ മതങ്ങളൊക്കെ നശിച്ചു പോകുമെന്നും ഇന്ത്യ പതിയെ ഒരു ക്രിസ്ത്യൻ കൺട്രി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും എന്നും നമ്മുടെ ഇവിടെയുള്ള ഇന്ത്യക്കാർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട സോഷ്യോ ആൻഡ് കൾച്ചറൽ റീസൺസ് ആയിരുന്നു 1857 വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളായിരുന്നു. ഓക്കെ, സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി ത്രൂ മിഷണറീസിലൂടെ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്തതൊക്കെ ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞു വന്ന കാരണങ്ങൾ തന്നെയാണ്. മനസ്സിലായി കാണുമല്ലോ. അതായത് ബ്രിട്ടീഷ് കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ഇതിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ് കൂടുതലായിട്ടും ബ്രിട്ടനിലുള്ളത്. ഒരു ക്രിസ്ത്യൻ കൺട്രിയാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. അവരുടെ ആ കൾച്ചർ ഇവിടെ കൊണ്ടുവരാനും നമ്മുടെ കൾച്ചർ തകർക്കാനും ബ്രിട്ടീഷുകാർ ശ്രമിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പറയുന്ന ഹിന്ദു വിഡോ റീമാരേജ് ആക്ട്, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ, അതായത് നല്ല കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഭരണപരമായിട്ട് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ക്രിസ്ത്യൻ മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യാനാണോ എന്ന്
നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾ ഭയപ്പെട്ടിരുന്നു. അത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടൊരു ഫീലിങ്സ് ഉണ്ടാക്കാൻ കാരണമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ദ റിയൽ സ്ട്രെങ്ത് ഓഫ് റെബലിയൻ വാസ് ദ ഹിന്ദു മുസ്ലിം യൂണിറ്റി. ഇവിടെ യഥാർത്ഥപ്പെട്ടൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം യൂണിറ്റി ആയിരുന്നു. സ്പിരിറ്റ് ഓഫ് കോർപ്പറേഷൻ എക്സിസ്റ്റ് എമോങ് ദ സോൾജിയേഴ്സ്, കോമൺ പീപ്പിൾ ആൻഡ് ലീഡേഴ്സ്. അപ്പോൾ ഇന്ത്യയിലുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും വലിയ യൂണിറ്റിയിലായിരുന്നു. അവരുടെ ആ ഒരു സഹകരണ മനോഭാവം എന്ന് പറയുന്നത്, ഇപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള പട്ടാളക്കാർ, അതുപോലെ തന്നെ സാധാരണ ആളുകൾ, നേതാക്കൾ, ഇവർക്കിടയിലൊക്കെ എന്തുണ്ടായിരുന്നു, ഈ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു. ദ റിയോട്ടേഴ്സ് ക്യാപ്ചർഡ് ഡൽഹി ആൻഡ് ഡിക്ലർഡ് ബഹദൂർ ഷാ സെക്കൻഡ് ആസ് ദ എംപറർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട ശേഷം എന്ത് ചെയ്തു, ഈ കലാപകാരികൾ ഡൽഹി പിടിച്ചെടുക്കുകയും ബഹദൂർ ഷാ രണ്ടാമനെ രാജാവാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമനെ രാജാവാക്കി മാറ്റാൻ ഇവിടെയുള്ള ആരും എതിർത്തില്ല, ഹിന്ദുക്കൾ എതിർത്തില്ല, അവർ സപ്പോർട്ട് ചെയ്യായിരുന്നു. കാര്യം ഹിന്ദു മുസ്ലിം യൂണിറ്റി അത്രത്തോളം സ്ട്രോങ് ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നു മിലിറ്ററി കോസസ്. ഞാൻ പറഞ്ഞു 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപാട് കാരണങ്ങളെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരോട് എതിർപ്പ് തോന്നാൻ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ എതിർത്തിരുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെ ഉണ്ടായി. ആ ഉണ്ടായ കാരണങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിലിറ്ററി കോസസ്. ഇതാണ് പെട്ടെന്നൊരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത്. നോക്കുക, ദ ബ്രിട്ടീഷ് ഇൻ്റർഫിറൻസ് ഇൻ ദ റിലീജിയൻസ് അഫെയർ ഓഫ് ദ ഷിപായീസ് ആൻഡ് ലാക്ക് ഓഫ് റിലീജിയസ് ഫ്രീഡം. ഷിപായീസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാരെയാണ് ഷിപായീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ മതപരമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ ഇവരുടെ മതസ്വാതന്ത്ര്യത്തിനുമൊക്കെ ഈ ബ്രിട്ടീഷുകാർ അനാവശ്യമായിട്ട് ഇൻ്റർഫിയർ ചെയ്തു. അത് ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാരെ ചൊടിപ്പിച്ചു. അതുപോലെ അവർക്ക് ലാക്ക് ഓഫ് റിലീജിയസ് ഫ്രീഡം, മതസ്വാതന്ത്ര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ ലോ വേജസ്, വളരെ താഴ്ന്ന ശമ്പളം, വളരെ മോശമായിട്ടുള്ള അക്കോമഡേഷൻ ആൻഡ് ഫുഡ് റിസീവ്ഡ് ബൈ സോൾജിയേഴ്സ്. ഇവർക്ക് ലഭിച്ചിരുന്ന ഭക്ഷണം വളരെ മോശമായിരുന്നു, വളരെ മോശം താമസമായിരുന്നു. അതുപോലെ വളരെ കുറഞ്ഞ ശമ്പളത്തിലായിരുന്നു ഈ ഇന്ത്യൻ ശിപായീസ് ജോലി ചെയ്തിരുന്നത്. രണ്ട് കാരണങ്ങൾ മനസ്സിലുണ്ടേ. അടുത്തത് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രൊമോഷൻ. ഇവർക്ക് പ്രൊമോഷൻ കിട്ടുന്നതിനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലുമൊക്കെ അധീനതയിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു മതം ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചു വന്നൊരു രീതി ഉണ്ടാവും. അതിനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന ഒരു ഓർഗനൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങളുടെ മതപരമായ കാര്യത്തിലൊക്കെ പോയി ഇടപെടുന്നു, നിങ്ങൾക്ക് മതസ്വാതന്ത്ര്യം നിഷേധിക്കുന്നു. അപ്പോൾ നിങ്ങളത് സഹിക്കുന്നു, ശരി ജോലിക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞ് സഹിച്ച് നിൽക്കുന്നു. നിങ്ങളുടെ ശമ്പളം പ്രോപ്പറായിട്ട് തരുന്നില്ല, ശമ്പളം നിങ്ങൾക്ക് കിട്ടുന്നില്ല. പോരാതെയോ നിങ്ങൾ താമസിക്കുന്നത് വളരെ മോശം സ്ഥലത്താണ്, നിങ്ങൾക്ക് വളരെ മോശം ഭക്ഷണമാണ് ലഭിക്കുന്നത്. അതും സഹിച്ച് നിങ്ങൾ നിൽക്കുന്നു ജോലിയിൽ ഒരു ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴോ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് തരുന്നില്ല, പ്രൊമോഷൻ കിട്ടിപ്പോകാനുള്ള സാധ്യതകളൊന്നുമില്ല. അതായത് ഇപ്പോൾ ഒരു ശിപായി വെറും സാധാ പട്ടാളക്കാരൻ്റെ കിടക്കുകയാണെങ്കിൽ അവിടെ തന്നെ കാലാകാലം കിടക്കേണ്ട ഒരു അവസ്ഥ. അടുത്തത് നോക്കുക, അബോളിഷൻ ഓഫ് അലവൻസ് ഗിവൺ ടു ദ സോൾജിയേഴ്സ് ഹൂ ഫോർട്ട് ഇൻ ഫോറിൻ കൺട്രീസ്. വിദേശ സ്ഥലങ്ങൾ, അതായത് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയി ജോലി ചെയ്യുന്ന പട്ടാളക്കാർക്ക് കൊടുത്തിരുന്ന അലവൻസ് ഒക്കെ എന്ത് ചെയ്തു, നിർത്തലാക്കി. ഇവിടെ നിന്ന് ഇന്ത്യക്കാരുടെ പട്ടാളക്കാർ പുറത്തു പോയി ജോലി ചെയ്യും. അങ്ങനെ പോയി ജോലി ചെയ്യുമ്പോൾ കിട്ടേണ്ട അലവൻസുകളൊക്കെ നിർത്തലാക്കി. ബാനിങ് ഓഫ് ദ വെയറിംഗ് കാസ്റ്റ് മാർക്ക് സച്ച് ആസ് ബ്രീഡ് ആൻഡ് ടർബൻസ്. താടിയും തലപ്പാവും ഒക്കെ വയ്ക്കുന്ന നിരോധിച്ചു. ഇതൊക്കെ കാസ്റ്റ് മാർക്കുകളാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സിഖുകാർ അല്ലെങ്കിൽ പഞ്ചാബികളായിട്ടുള്ള ആളുകൾക്കൊക്കെ തലപ്പാവ് ധരിക്കുക എന്ന് പറയുന്നവരുടെ മതപരമായിട്ടുള്ളൊരു ആചാരമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ചില മതത്തിൽപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യും, താടി വെച്ച് തലപ്പാവ് കെട്ടിയൊക്കെ നിൽക്കുന്നവരുടെ മതപരമായിട്ടുള്ളൊരു ഇതായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിലാണെങ്കിൽ പോലും എന്ത് ചെയ്യാം, ഈ വിഭാഗത്തിൽപ്പെടുന്ന സിഖുകാരാണെന്ന വിശ്വാസം, അവർക്ക് താടിയും തലപ്പാവും ഒക്കെ വയ്ക്കാനുള്ള അനുമതിയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എന്ത് ചെയ്തു, നമ്മുടെ ബ്രിട്ടീഷുകാർ ബാൻ ചെയ്തു എന്നുള്ളതാണ്. അടുത്തത് ഇൻട്രൊഡക്ഷൻ ഓഫ് ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതെന്താണെന്ന് ചോദിച്ചാൽ, വിച്ച് കമ്പൈൽഡ് ഇന്ത്യൻ സോൾജിയേഴ്സ് ടു ഫൈറ്റ് ഓവർസീസ്. ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാർ പുറം രാജ്യങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യുക, കടൽ കടന്നു പോയി ഫൈറ്റ് ചെയ്യണം എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നു. ആ നിയമമാണ് ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. ഇതും ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാരെ, ശിപായികളെ ചൊടിപ്പിച്ച ഒരു സംഭവമാണ്. അടുത്തത് നോക്കുക, ഡിബറിംഗ് ഓഫ് ഫോറിൻ സർവീസ് അലവൻസ് ഓർ ബാറ്റ ഫോർ ദ ഷിബായി സർവിംഗ് ഇൻ സിന്ധ്. ഷിബായി സർവീസ് ഇൻ സിന്ധ് ആൻഡ് പഞ്ചാബ് എന്നാണേ.
സിന്ധ് ആൻഡ് പഞ്ചാബ് ഒരുമിച്ചായി പോയതാണ്. അപ്പോൾ സിന്ധിലും പഞ്ചാബിലും ജോലി ചെയ്തിരുന്ന ആളുകൾ കൊടുക്കുന്ന അലവൻസും ബാറ്റേഴ്സും ഒക്കെ നിർത്തലാക്കി. ഓക്കെ, അപ്പോൾ ഡിവയറിംഗ് ഓഫ് ദ ഫോറിൻ സർവീസ് അലവൻസ് ഓർ ബാറ്റ ഫോർ ശിപായി സർവിങ് ഇൻ സിന്ധ് ആൻഡ് പഞ്ചാബ്. സിന്ധിലും പഞ്ചാബിലും നിന്നുള്ള അവർക്ക് എന്ത് ചെയ്തു, അവർക്ക് കിട്ടേണ്ട അലവൻസും ഡാറ്റയും ഒക്കെ നിർത്തലാക്കി. അതുപോലെ ദ പോസ്റ്റ് ഓഫീസ് ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1857 1854 കൊണ്ടുവന്ന പോസ്റ്റ് ഓഫീസ് ആക്ട്സ്. ഓക്കെ, അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ രാജ്യത്തെ പട്ടാളക്കാരെന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരായിട്ട് ബ്രിട്ടീഷുകാരുടെ കൂടെ ജോലി ചെയ്യേണ്ട പട്ടാളക്കാർ, അവരുടെ ശിപായിമാരെന്ന് വളരെ താഴ്ന്ന രീതിയിലാണ് ഇന്ത്യക്കാർ കണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ പട്ടാളക്കാരും ബ്രിട്ടീഷുകാർക്ക് എതിരായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എക്കണോമിക്സ് പരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട്, ഇവിടെ കൊണ്ടുവന്ന പുതിയ റവന്യൂ സിസ്റ്റംസ് കൊണ്ട്, ലാൻഡ് റവന്യൂ സിസ്റ്റംസ് കൊണ്ട് കർഷകർ, അതുപോലെ വ്യവസായികൾ, പഴയ സെമീന്ദാന്മാർ, വിപ്ലവകാരികൾ തുടങ്ങിയ ഒരു ഭാഗം ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു. സോഷ്യലായിട്ടും മതപരമായിട്ടും പൊളിറ്റിക്കലായിട്ടും കൊണ്ടുവന്ന കുറേ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളും മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുമൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു. ഈ വളരെ മോശം രീതിയിൽ ട്രീറ്റ് ചെയ്തത് കൊണ്ട് ശിപായിമാരും ഒക്കെ ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഒരു ഓപ്പോസിറ്റ് കാറ്റ്, ഒരു വിരുദ്ധത പടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടാകുന്നു. അതാണ് ഇമ്മീഡിയറ്റ് കോസ്. വളരെ പെട്ടെന്നൊരു വിപ്ലവം. എന്താണ് പെട്ടെന്നുണ്ടായ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു കാരണം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ദ ബിലീഫ് ദാറ്റ് ദ ഗീസ് ഓഫ് ദ പേപ്പർ ഗാഡേജ് ഓഫ് ദ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻഫീൽഡ് വാസ് മെയ്ഡ് ഫ്രം ദ ഫാക്ട് ഓഫ് പിഗ് ആൻഡ് കൗ. ബ്രിട്ടീഷുകാർ പുതിയൊരു തോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പുതിയൊരു ഇൻഫീൽഡ് തോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ പേരാണ് P53 റൈഫിൾ എന്ന് പറയുന്നൊരു തോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ തോക്കിൻ്റെ പേപ്പർ ഗാഡ്ജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്തോ ഒരു ഭാഗമാണ്, തോക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ ഗ്രീസായിട്ട് ഉപയോഗിച്ചിരുന്നത് പശുവിൻ്റെയും പന്നിയുടെയും നെയ്യായിരുന്നു. ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പലരും ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും. പശുവിൻ്റെയും പന്നിയുടെയും നെയ്യാണ് ഈ തോക്കിൻ്റെ പേപ്പർ ഗാഡ്ജിൽ ഗ്രീസായിട്ട് ഉപയോഗിച്ചത്. കൊണ്ടുവന്ന തോക്കിൻ്റെ പേര് ചോദിച്ചാൽ P53 റൈഫിൾ എന്നാണ്. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എടുത്ത് ചോദിച്ചാൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത് ഈ പിഗ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഹറാമായിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് മതപരമായിട്ട് അവർ അംഗീകരിക്കാത്തൊരു സാധനമാണ്. പശു എന്ന് പറയുന്നത് ഹിന്ദു മതത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ മാതാവിനെ പോലെ കണക്കാക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ഈ പശുവിൻ്റെയും പന്നിയുടെയും നെയ്യ് എടുത്ത് ഈ പറയുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള ആളുകളുടെ കയ്യിൽ ഉപയോഗിക്കുന്ന തോക്കിലേക്ക് കൊടുത്തത് അവരെ നല്ല രീതിക്ക് എന്ത് ചെയ്തു, ചൊടിപ്പിച്ചു. ഈ ഒരു റീസൺ കൊണ്ടാണ് വിപ്ലവം വളരെ പെട്ടെന്ന് എന്ത് ചെയ്ത് ആളിക്കത്തിയത്. അപ്പോൾ ശിപായിമാർ ഈ റീസൺ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു കലാപം തുടങ്ങുന്നു. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച റീസൺസ് കൊണ്ട് ഇന്ത്യയെ ഒട്ടാകെ ഈ ഒരു ബ്രിട്ടീഷ് വിരുദ്ധം നിലനിന്നത് എന്ത് ചെയ്യുന്നു, ഈ കലാപം അങ്ങ് ആളിപ്പടരുന്നു. എല്ലാ മേഖലയിലേക്കും കലാപം വ്യാപിക്കുന്നു. ഈ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, അതുപോലെ തന്നെ കലാപകാരികൾ, പഴയ ജമീന്ദാർമാർ, കർഷകർ എല്ലാവരും എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നു. അങ്ങനെയാണ് ഈ ഒരു കലാപം എന്ത് ചെയ്യുന്നത് 1857 വിപ്ലവമായിട്ട്, വലിയൊരു വിപ്ലവമായിട്ട് മാറുന്നത്. നോക്കുക, ഷിബായീസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ്. ദ ഇന്ത്യൻ ഷിബായീസ് ഇൻ ദ എംപ്ലോയി ഓഫ് ദ കമ്പനി ആൾസോ ഹാഡ് റീസൺ ഫോർ ഡിസ്കണ്ടന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ദേ വർ അൺഹാപ്പി അബൌട്ട് ദെയർ പേ, അലവൻസ് ആൻഡ് കണ്ടീഷൻ ഓഫ് സർവീസ്. അവർക്ക് കിട്ടിയിരുന്ന ശമ്പളത്തിലോ അലവൻസിലോ അവർക്ക് നൽകുന്ന സേവനത്തിലോ ഒന്നും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല, അൺഹാപ്പി ആയിരുന്നു. സം ഓഫ് ദ ന്യൂ റൂൾസ് മോറോവർ വയലേറ്റഡ് ദെയർ റിലീജിയസ് സെൻസിബിൾസ് ആൻഡ് ബിലീവ്സ്. ചില പുതിയ നിയമങ്ങൾ കൊണ്ടുപോകുന്നു, അതിൽ പലതും അവരുടെ റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസങ്ങളെ ബ്രേക്ക് ചെയ്യുന്നതായിരുന്നു. ഇത് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച, നമ്മൾ നേരത്തെ പഠിച്ച കാരണങ്ങൾ തന്നെയാണല്ലേ നയിച്ച പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. ഇൻ ദോസ് ഡേയ്സ്, ഈ കാലഘട്ടങ്ങളിൽ മെനി പീപ്പിൾ ഓഫ് ദ കൺട്രി ബിലീവ്ഡ് ദാറ്റ് ക്രോസിംഗ് ദ സീ വുഡ് റിസൾട്ട് ഇൻ ദ ലോസ് ഓഫ് ദെയർ റിലീജിയൻ ആൻഡ് കാസ്റ്റ്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലുള്ള ഒരു വിഭാഗം ആളുകൾ വിശ്വസിച്ചിരുന്നത് കടൽ കടന്ന് പോകുന്നത് നമ്മുടെ ജാതിയും മതവും ഒക്കെ നശിച്ചു പോകുന്നതിന് കാരണമാകും എന്ന് ഈ ഇന്ത്യൻ ഷിബായീസ്, ഇന്ത്യയിലൊട്ടാകെയുള്ള ആളുകൾ മതപരമായിട്ടുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ വിശ്വാസമുണ്ടായിരുന്ന ആ സമയത്ത് 1827 ദ ഷിബായീസ് വെർ ടോൾഡ് ടു ഗോ ടു ബർമ ആൻഡ് സീ റൂട്ട് ടു ഫൈറ്റ് ഫോർ ദ കമ്പനി. അപ്പോൾ ഈ കടൽ കടന്ന് പോയി യുദ്ധം ചെയ്താൽ, കടൽ കടന്ന് യാത്ര ചെയ്താൽ നമ്മുടെ മതവും ജാതിയും ഒക്കെ നശിക്കും എന്ന വിശ്വാസമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ 1824 ഇന്ത്യൻ ഷിബായീസിനോട് കടൽ കടന്ന് ബർമയിൽ പോയി കമ്പനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു.
ദേ റെഫ്യൂസ്ഡ് ടു ഫോളോ ദ ഓർഡർ ത്രൂ ദേ എഗ്രീഡ് ടു ഗോ ബൈ ലാൻഡ് റൂട്ട്. അവർ ഈ ഓർഡറിനെ എന്ത് ചെയ്തു? നിഷേധിച്ചു. കടൽ കടന്നു പോകാനായിട്ട് പറ്റില്ല. കാര്യം കടൽ കടന്നു പോയാൽ നമ്മുടെ ജാതിയും മതവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ബിലീഫ് ഉള്ളത് കൊണ്ട് അവർ ഈ ഓർഡറിനെ റെഫ്യൂസ് ചെയ്തു. പക്ഷേ ദേ എഗ്രീഡ് ടു ഗോ ദ ലാൻഡ് റൂട്ട് വഴി പോകാമെന്നവർ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് ബ്രിട്ടീഷുകാരുടെ എതിർപ്പുണ്ടാകുന്നതിന് കാരണമായി എന്നുള്ളതാണ്. ദേ വെർ സെവർലി പണിഷ്ഡ് ആൻഡ് സിൻസ് ദ ഇഷ്യൂ ഡിഡ് നോട്ട് ഡൈ ഡൗൺ ഇൻ 1856, the company passed a new law which stated that every new person who took up employees in the company's army had to agree to serve overseas if required. അപ്പോൾ ഇവർ സമ്മതിച്ചില്ല, കടൽ കടന്നു പോകാൻ സമ്മതിച്ചില്ല. അവർ കര വഴി പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ അവരെന്ത് ചെയ്യപ്പെട്ടു? പണിഷ് ചെയ്യപ്പെട്ടു. ഇഷ്യൂവിന് ഒരു പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് 1856 ഒരു പുതിയ നിയമം കൊണ്ടുവന്നതിനെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചു. ആ നിയമപ്രകാരം ഈ ബ്രിട്ടീഷ് ആർമിയിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരു ഉദ്യോഗസ്ഥനും ആവശ്യമാണെന്നുണ്ടെങ്കിൽ കടൽ കടന്നു പോയി സേവനം അനുഷ്ഠിച്ചേ പറ്റൂ എന്നൊരു വ്യവസ്ഥ ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ ഷിപായിസിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായി. ഷിപായിസ് ആൾസോ റിയാക്റ്റഡ് ടു വാട്ട് വാസ് ഹാപ്പനിങ് ഇൻ ദ കൺട്രി സൈഡ്. അപ്പോൾ ഷിബായിസ് ആൾസോ റിയാക്റ്റഡ് ദാറ്റ് ഹാപ്പനിങ് ഇൻ ദ കൺട്രി സൈഡിൽ ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നടക്കുന്ന ചില കാര്യങ്ങൾക്കെതിരെയും അവർ എന്ത് ചെയ്തിരുന്നു? പ്രതികരിച്ചിരുന്നു. കാരണം മെനി ഓഫ് ദേ വെർ പെസന്റ് ആൻഡ് ഹാഡ് ലിവിങ് ഇൻ ദ വില്ലേജ്. ഈ പട്ടാളക്കാരിൽ പലരും കർഷകരായിട്ടുള്ള ആളുകളായിരുന്നു. കർഷകരായിട്ട് നിന്ന് ജോലി ചെയ്തിരുന്ന ആളുകളായിരുന്നു, അല്ലെങ്കിൽ കർഷക കുടുംബത്തിൽ നിന്നുള്ള ആളുകളായിരുന്നു. അവർ പിന്നീട് ശിപായികളായി മാറുകയാണ് ചെയ്തത്. അതുപോലെ അവരുടെ കുടുംബങ്ങളൊക്കെ ജീവിച്ചിരുന്നത് ഈ പറയുന്ന വില്ലേജിലാണ്. അപ്പോൾ ഈ വില്ലേജിൽ ഈ പറയുന്നത് പോലെ ടാക്സ് കൂട്ടുന്നു, അവരെ വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു, അടിച്ചമർത്തുന്നു, വളരെ ബ്രൂട്ടലായിട്ട് എന്ത് ചെയ്യുന്നു? അടിച്ചമർത്തുന്നു, വർണ്ണയോജനം കാണിക്കുന്നു. ഇതൊക്കെ ശിപായിമാരെയും എന്ത് ചെയ്തു? വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ the anger of the peasants quickly spread among the shibais. അപ്പോൾ ഈ ഒരു കർഷകർക്കുണ്ടായിരുന്ന ഈ ദേഷ്യമാണ് എന്ത് ചെയ്തത്? വളരെ പെട്ടെന്ന് ഷിബായിസിലേക്ക് സ്പ്രെഡ് ചെയ്തത്. ഇതാണ് ഈ വിപ്ലവം വളരെ പെട്ടെന്ന് ആളിക്കത്താനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. അടുത്തത് ഒരു പുസ്തകത്തിൻ്റെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. ഡൗൺ ഓഫ് 1857 May 11. People of the Delhi walk up to a tumult. ഡൽഹിയിലുള്ള ആളുകൾ എണീച്ചത് വലിയൊരു ശബ്ദം കേട്ടുകൊണ്ടാണ്, വലിയൊരു ഉറച്ചുള്ളൊരു ശബ്ദം കേട്ടുകൊണ്ടാണ് ഡൽഹിയിലുള്ള ആളുകൾ എണീച്ചതെന്ന് പറഞ്ഞിരിക്കുന്നത്. തൗസൻഡ്സ് ഓഫ് ആംഡ് റൈറ്റേഴ്സ് വെർ റീച്ചിങ് ഡൽഹി ഫ്രം മീററ്റ് ക്രോസിംഗ് ദ റിവർ യമുന നദി കടന്നുകൊണ്ട് ആയിരക്കണക്കിന് ആംഡ് റിവോൾട്ട്സ്, ആയുധം ധരിച്ച വിപ്ലവകാരികൾ എന്ത് ചെയ്തു? അരിമേ ശിപായികളാണല്ലോ ഈ വിപ്ലവം തുടങ്ങിയത്. അപ്പോൾ അവരുടെ കയ്യിൽ ആയുധമുണ്ട്. ആയുധം ധരിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്ന് മീററ്റിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ കലാപം നടക്കുന്നത് മീററ്റിലാണ്. ഡൽഹിയിൽ നിന്ന് മീററ്റിലേക്ക് എത്തിച്ചേരുന്നു, ക്രോസിംഗ് ദ റിവർ യമുന. ഇവരേത് നദി കടന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ യമുന നദി. ദ റിവോൾട്ടേഴ്സ് ഇൻക്ലൂഡഡ് ഷിബായിസ്. അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ ഷിബായിസ് ഉണ്ടായിരുന്നു, കോമൺ പീപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷിബായിസും കോമൺ പീപ്പിൾസ് ഇവിടെ ഉണ്ടായിരുന്നു, ഈ കലാപകാരികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇൻ ദ പ്രീവിയസ് നൈറ്റ് ദേ ഹാഡ് അസാസിനേറ്റഡ് സം ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ആൻഡ് സെറ്റ് ഫയർ ടു ദെയർ ഓഫീസസ്. അപ്പോൾ തലേ ദിവസം രാത്രി ഇവരെന്ത് ചെയ്തു? ഈ ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാരും കോമൺ പീപ്പിൾസും കൂടെ ചേർന്നിട്ട് ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ കൊലപ്പെടുത്തുകയും ബ്രിട്ടീഷ് ഓഫീസ് തീയിട്ട് നശിപ്പിക്കുകയൊക്കെ ചെയ്തു. ദേ ഡിക്ലെയർഡ് ദാറ്റ്. എന്നിട്ട് അവർ പറഞ്ഞു, മുഗൾ എംപറർ ബഹദൂർ ഷാ സെക്കൻഡ്, ദ എംപറർ ഓഫ് ഇന്ത്യ. ബഹദൂർ ഷാ സെക്കൻഡാണ് ഇന്ത്യയുടെ രാജാവ്. ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഒരു അധികാരവുമില്ല എന്ന് കലാപകാരികൾ പറയുകയാണ് ചെയ്തത്. സൂൺ ദ റിയോട്ട് സ്പ്രെഡ് ടു അതർ പാർട്ട് ഓഫ് ദ നോർത്ത് ഇന്ത്യ. ശേഷം ഈ കലാപം എന്ത് ചെയ്തു? ഇന്ത്യയുടെ പല ഭാഗത്തേക്ക് പൊട്ടിപ്പുറപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കലാപം നടന്നത് 1857 മെയ് മാസമാണ്. ഓക്കെ, മെയ് 10 കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. മെയ് 11 എന്ത് ചെയ്തു? കലാപം ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് മീററ്റിലേക്ക് ശിപായിമാരും കോമൺ പീപ്പിൾസ് തുടങ്ങുന്നൊരു വലിയ സംഘം യമുന നദി കടന്നു വരികയാണ്. അവർ തലേന്ന് എങ്ങനെയാണ് വരുന്നത്? ഒരുപാട് ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ കൊന്നുകളയുകയും അവരുടെ ഓഫീസ് തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അവർ മീററ്റിലേക്ക് വന്നിട്ട് പറഞ്ഞു, ബഹദൂർ ഷാ സെക്കൻഡാണ് ഇന്ന് നമ്മുടെ രാജാവ്, ബ്രിട്ടീഷുകാർക്കൂടെ അധികാരമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഈ രീതിയിലാണ് കലാപം തുടങ്ങുന്നത്. ശേഷം ഇത് മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചു. ഈ മീററ്റിൽ നടന്ന കലാപം ബാക്കി സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ കലാപത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ചില സംഭവങ്ങളെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ആണ്. അതിൽ ചില സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നു പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ജമീന്ദാരി സിസ്റ്റം എന്താണെന്നുള്ളതാണ്. വളരെ
പെട്ടെന്നങ്ങ് പറഞ്ഞു പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം പറഞ്ഞ റീസൺ ഉണ്ടല്ലോ, ആ റീസണിൽ ഒന്നാണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ജമീന്ദാരി സിസ്റ്റം. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇംപ്ലിമെൻ്റ് ഇൻ 1793 1793 ലോർഡ് കോൺവാലിസ് ആണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തെന്ന് പഠിക്കുക. അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത വർഷം 1793, ചെയ്ത വ്യക്തിയുടെ പേര് ലോർഡ് കോൺവാലിസ് ആണ്. എ ലാൻഡ് റവന്യൂ സിസ്റ്റം ഡിവൈഡഡ് ബൈ ദ കമ്പനി വിത്ത് ദ എയിം ഓഫ് എൻഷുറിങ് എ ഫിക്സ് ആൻഡ് പെർമനൻറ്റ് റവന്യൂ. വളരെ ഫിക്സ് ആൻഡ് പെർമനൻറ്റും ആയിട്ടുള്ള റവന്യൂ ഭൂമിയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനി കൊണ്ടുവന്നൊരു നിയമമാണ് ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് എന്ത് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ജമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. എ ലാൻഡ് റവന്യൂ സിസ്റ്റം ഡിവൈസ്ഡ് ബൈ കമ്പനി വിത്ത് എയിം ടു എൻഷുറിങ് എ ഫിക്സഡ് ആൻഡ് പെർമനൻറ്റ് റവന്യൂ. ഇംപ്ലിമെൻറ്റ് ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ ലൈക്ക് ബംഗാൾ, ബീഹാർ ആൻഡ് ഒഡീഷ. ഇന്ത്യയുടെ ഈസ്റ്റേൺ പാർട്ടിൽ പ്രധാനമായിട്ടും ബംഗാൾ, ഒഡീഷ, ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ജമീന്ദാരി സിസ്റ്റം ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വർഷം 1793. ലോർഡ് കോൺവാലിസ് പ്രഭുവാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കെപ്റ്റ് 89% ഓഫ് ടോട്ടൽ ടാക്സ് ആൻഡ് ദ ജമീന്ദാർസ് കെപ്റ്റ് 11%. 10 out of 11 ഓഫ് ദ കളക്റ്റഡ് ടാക്സ് ഹാഡ് ടു ബി ഗിവൺ ടു ദ ഗവൺമെൻറ്. അതായത് പിരിച്ചെടുക്കുന്ന നികുതി എത്രയാണോ ആ നികുതിയുടെ 89% ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കണം. ബാക്കി 11% ഈ പിരിക്കുന്ന ജമീന്ദാർമാരുടെ കയ്യിൽ വയ്ക്കാം. പിരിച്ചെടുക്കുന്നതിൽ 10% നികുതിയും ആര് കൈവശം വയ്ക്കും? ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൈവശം വയ്ക്കും എന്നുള്ളതായിരുന്നു ഈ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇത് സ്വാഭാവികമായിട്ട് ജമീന്ദാർമാർക്ക് ഒരു എതിർപ്പുണ്ടാകുന്നതിന് കാരണമാകും. ദ ഫാർമേഴ്സ് ഹാഡ് ടു പേ അപ് ടു 60% ഓഫ് പ്രൊഡ്യൂസ് ആസ് ടാക്സ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ 60% ടാക്സ് ആയിട്ട് കൊടുക്കാനായിട്ട് ഫാർമേഴ്സ് കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഫാർമേഴ്സ് ഹാഡ് ടു പേ ദ ടാക്സ് ഈവൻ ഇഫ് ദ ഹാർവസ്റ്റ് വാസ് പുവർ. 60% ടാക്സ് ആയിട്ട് അവർ കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? കൃഷി വിളവെടുക്കുന്നത് മോശമായാലും നല്ലതായാലും 60% കൊടുക്കണം. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് കൃഷി വളരെ മോശമായി പോയാൽ പോലും ഈ 60% ടാക്സ് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ എതിർപ്പുണ്ടാകാനായിട്ട് വലിയ കാരണമായി. ദ ടാക്സ് ഹാഡ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ് ഓൺ എ ഫിക്സഡ് ഡേറ്റ്. ഒരു കൃത്യമായ ഡേറ്റിൽ ക്യാഷ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? ഈ പറയുന്ന പൈസ കൊടുക്കണം എന്നുള്ളത് ഈ നിയമത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. ഓക്കെ, ദർ വാസ് എ provision that the government would seize and sell the land of zamindars who defaulted to tax on the payment. അപ്പോൾ ഈ പറയുന്ന കൃത്യം സമയത്ത് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്ത ജമീന്ദാർമാരുടെ കൃഷിയിടങ്ങൾ ജപ്തി ചെയ്യാനും വിൽക്കാനുമുള്ള അധികാരം ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ മനോഹരമായൊരു നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നു. സ്വാഭാവികമായിട്ട് ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ എതിർപ്പുണ്ടാകുന്നതിന് കാരണമാക്കും. അപ്പോൾ ഇതാണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റം. ഓക്കെ, ഓർക്കേണ്ടത് ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. 79 ലോർഡ് കോൺവാലിസ് ആണ് കൊണ്ടുവന്നത്. പ്രധാനമായിട്ടും നടപ്പിലാക്കിയത് ബംഗാൾ, ബീഹാർ, ഒഡീഷയാണ്. ഒരു ഫിക്സഡ് ആൻഡ് പെർമനൻറ്റ് റവന്യൂ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഫിക്സഡ് ആൻഡ് പെർമനൻറ്റ് റവന്യൂ. കൃത്യമായ ഡേറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 60% തുക പൈസയായിട്ട് കൊണ്ട് അടയ്ക്കുക. കൃഷി മോശമാതിരിക്കും എന്തോ ആയിക്കോട്ടെ, കൃത്യമായിട്ട് അടയ്ക്കുക. അങ്ങനെ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വസ്തു കണ്ടുകിട്ടുകയും വിൽക്കുകയും ചെയ്യും എന്നൊരു നിയമം കൊണ്ടുവന്നു. ഇനി പിരിക്കുന്ന പൈസയുടെ 89% ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം, 11% മാത്രമേ ജമീന്ദാർമാർക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ നിയമമാണ് നമ്മുടെ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ദ ജമീന്ദാർ വാസ് റെസ്പോൺസിബിൾ ഫോർ കളക്ടിങ് ദ ടാക്സ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഒരു പർട്ടിക്കുലർ ഏരിയയുടെ ടാക്സ് കളക്ട് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഈ ജമീന്ദാർമാർക്കായിരുന്നു. ദ ജമീന്ദാർസ് വെയർ ദ ഓണേഴ്സ് ഓഫ് ഓൾ ലാൻഡ് ദ ഏരിയ വെയർ ദേ ഹാഡ് അതറൈസ്ഡ് ദ കളക്ട് ടാക്സ്. ഇവർ ടാക്സ് കളക്ട് ചെയ്യുന്ന ഏരിയ ഏതാണോ ആ ഏരിയയുടെ മുഴുവൻ അവകാശിയും ആര് തന്നെ ആയിരിക്കും? ഈ ജമീന്ദാർമാർ തന്നെ ആയിരിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ നിയമത്തിൽ പറയുന്ന ഒരു നിശ്ചിത പ്രദേശത്ത് അല്ലെങ്കിൽ കുറേ വസ്തുവിൻ്റെ ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് ഒരു ജമീന്ദാറിനെ നിയമിക്കുന്നു. അത്രയും വസ്തുവിൻ്റെ ഓണർമാർ തന്നെയാണ് ജമീന്ദാർ തന്നെയാണ്. Zamindar gained the right to lease, mortgage or sell the land they owned. അവർ കൈവശം വച്ചിരിക്കുന്ന വസ്തു ലീസ് ചെയ്യാനോ പാട്ടത്തിലെടുക്കാനോ വിൽക്കാനോ ഒക്കെ ഉള്ള അധികാരം ആർക്കുണ്ടായിരുന്നു? ജമീന്ദാർമാർക്ക് ഉണ്ടായിരുന്നു. ഫാർമേഴ്സ് ഹു പ്രീവിയസ്ലി ഹാഡ് ഓണർഷിപ്പ് റൈറ്റ് ടു ദ ലാൻഡ് വെയർ റെഡ്യൂസ്ഡ് ടു ലാൻഡ്ലെസ് ടിനൻസ്. അപ്പോൾ ഈ ഭൂമി ശരിക്കും ആരുടേതാണ്? മുമ്പവിടെ കൃഷി ചെയ്തിരുന്ന കർഷകരുടേതാണ്. അവരുടെ കയ്യിൽ നിന്ന് ഇത് ആരാണോ ടാക്സ് പിരിക്കുന്നത് അയാൾക്ക് ഈ ഭൂമിയുടെ അവകാശം കൊടുത്തു. അയാൾക്ക് ഈ ഭൂമിയാണോങ്കിൽ വിൽക്കാം, ലീസിന് കൊടുക്കാം,
പാട്ടത്തിനെടുക്കാം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാം, പാട്ടത്തിന് കൊടുക്കാം, ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ശരിക്കും ഇതിൻ്റെ യഥാർത്ഥ അവകാശികളായിട്ടുള്ള കർഷകർ വെറും ഭൂമിയില്ലാത്ത ആളുകളായിട്ട്, കുടിയെടുപ്പുകാരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ലാൻഡ്ലെസ് ടെൻസായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, കുടിയെടുപ്പുകാരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നിയമമാണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത് കൊണ്ടുവന്ന ലാൻഡ് റവന്യൂ സിസ്റ്റമായിട്ടുള്ള റയറ്റ് വാരി സിസ്റ്റം. ഈ റയറ്റ് വാരി സിസ്റ്റത്തിൽ എ ടാക്സ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ഇൻ 1890 1820 കൊണ്ടുവരുന്നത്. മദ്രാസ് പ്രസിഡൻസി ആയിട്ടുള്ള തോമസ് മുൺറോ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്, ഈ സാധനം കൊണ്ടുവരുന്നത്, ഈ റയറ്റ് വാരി സിസ്റ്റം കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ മദ്രാസ് പ്രസിഡൻസി ആയിരുന്നു തോമസ് മുൺറോ എന്ന് പറയുന്ന വ്യക്തി. ഇൻ ദ സിസ്റ്റം, ഈ സിസ്റ്റത്തിൽ എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ ദ ഗവൺമെൻറ് ആൻഡ് ദ ഫാർമേഴ്സ്. അപ്പോൾ ഈ സെമീന്ദാർമാരെന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് മാറ്റിയിട്ട് ഗവൺമെൻറ്റും ഫാർമേഴ്സും തമ്മിലൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ റയറ്റ് വാരി സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നത് 1820 എന്ന് മറക്കരുത്. ആൾ ഇൻ്റർമീഡിയറ്റ്സ് വെയർ എലിമിനേറ്റഡ്. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന എല്ലാ ഇടനിലക്കാരെയും എന്ത് ചെയ്തു, എടുത്ത് കളഞ്ഞപ്പോൾ നമുക്ക് ഇത് വളരെ നല്ലൊരു സിസ്റ്റമായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ ദ റൗലറ്റ് സിസ്റ്റം മെയ്ഡ് ദ ഫാർമേഴ്സ് ദ ഓണർ ഓഫ് ദ ലാൻഡ് ദേ കൾട്ടിവേറ്റഡ്. അവർ കൃഷി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ അവകാശി ആര് തന്നെയാക്കി, ഈ കർഷകർ തന്നെയാക്കി. ദ ഫാർമേഴ്സ് ഗെയിൻഡ് ദ റൈറ്റ് ടു മോർട്ടേജ് ഓർ സെല്ല് ദ ലാൻഡ്. അവരുടെ വസ്തു സെല്ല് ചെയ്യാനോ അതുപോലെ പാട്ടത്തിന് കൊടുക്കാനോ ഒക്കെ ഉള്ള അവകാശം ആർക്ക് തന്നെ കൊടുത്തു, കർഷകർക്ക് തന്നെ കൊടുത്തു. ഈ സെമീന്ദാർമാർക്കുണ്ടായിരുന്ന അവകാശമൊക്കെ എടുത്ത് മാറ്റിയിട്ട്, അല്ലെങ്കിൽ അവരെ എടുത്ത് മാറ്റിയിട്ട് കർഷകരും ഗവൺമെൻറ്റും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഡീലിങ്സ് കൊണ്ടുവന്നു. ദ ടാക്സ് അസസ്മെൻറ്റ് ഇൻ ദ റൗലറ്റ് സിസ്റ്റം വാസ് നോട്ട് പെർമനൻറ്റ്. വളരെ കൃത്യമായിട്ടുള്ളൊരു ടാക്സ് സിസ്റ്റം ആയിരുന്നില്ല ഈ റയറ്റ് വാരി സിസ്റ്റത്തിൽ എന്ത് ചെയ്തത്, കൊണ്ടുവന്നു. കൃത്യമായിട്ട് പെർമനൻ്റ് ഒന്നും ആയിരുന്നില്ല. ഇൻ ദ ടാക്സ് റേറ്റ് പേയബിൾ ബൈ ദ ഫാർമേഴ്സ് ടു ബി ദ ഗവൺമെൻറ് വാസ് റിവൈസ്ഡ് പീരിയോഡിക്കലി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മറ്റേതെന്ന് പറയുമ്പോൾ കൃഷി മോശമാണെങ്കിലും അല്ലെങ്കിലും എന്ത് ചെയ്യണം, നിശ്ചിത തുക എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു. ആ ഒരു സിസ്റ്റം മാറ്റി റിവൈസ്ഡ് പീരിയോഡിക്കലി അനുസരിച്ച്, കാലം മാറുന്നതനുസരിച്ചിട്ട്, അല്ലെങ്കിൽ കൃഷി മോശമാകുന്നതും നല്ലതാകുന്നതനുസരിച്ചിട്ട് കർഷകർക്ക് കൊടുക്കേണ്ട ആ ഒരു ടാക്സിൻ്റെ അളവിൽ വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവന്നു. ഒരു സമയത്ത് കൊടുക്കേണ്ടത് കൃത്യമായിട്ടൊരു ടാക്സ് കൊണ്ടുവരണം എന്നുള്ള രീതി മാറ്റി. എവിടെ, നമ്മുടെ റയറ്റ് വാരി സിസ്റ്റത്തിലേക്ക് വന്നപ്പോഴത്തേക്ക്. ഓക്കെ, സ്വാഭാവികമായിട്ടും ജമീന്ദാർമാർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഇവിടെ റോൾ ഇല്ലാണ്ടായി എന്നുള്ളതാണ്. അടുത്തത് നോക്കുക, മഹൽവാരി സിസ്റ്റം. മഹൽവാരി സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് ലോർഡ് വില്യം ബെൻഡിക്കാണ്. ബേസ്ഡ് ഓൺ ദ കമൻഡേഷൻ സബ്മിറ്റഡ് ബൈ ദ ഒഫീഷ്യൽ ഹോൾട്ട് മെക്കൻസി. ഹോൾട്ട് മെക്കൻസി എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യലിൻ്റെ നിർദ്ദേശപ്രകാരം 1822 ലോർഡ് വില്യം ബെൻഡിക് പ്രഭുവാണ് മഹൽവാരി സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവരുന്നത്. അപ്പോൾ കൊണ്ടുവന്ന വ്യക്തി ലോർഡ് വില്യം ബെൻഡിക്ക് ഏത് വർഷമെന്ന് ചോദിച്ചാൽ 1822 ഹോൾട്ട് മെക്കൻസി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഒഫീഷ്യലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കൊണ്ടുവരുന്നത്. ആൾസോ നോൺ ആസ് ജോയിൻറ്റ് വില്ലേജ് സിസ്റ്റം ഓർ മാൽഗുസാരി സിസ്റ്റം. ജോയിൻറ്റ് വില്ലേജ് സിസ്റ്റം അല്ലെങ്കിൽ മാൽഗുസാരി സിസ്റ്റം എന്നറിയപ്പെടുന്നത് മഗൽവാരി സിസ്റ്റമാണ്. മഗൽവാരി അല്ലെങ്കിൽ മാൽഗുസാരി സിസ്റ്റം എന്നറിയപ്പെടുന്നു. വില്ലേജ് ഹെഡ്മാൻ കളക്റ്റഡ് ദ ടാക്സ്. അപ്പോൾ ഈ സിസ്റ്റം വന്നപ്പോഴേക്കും ആദ്യത്തേതിൽ ജമീന്ദാർമാരായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. പിന്നീടത് കർഷകരും ഗവൺമെൻറ്റും തമ്മിൽ നേരിട്ടായി. മഹൽവാരി സിസ്റ്റം വന്നപ്പോഴത്തേക്ക് വില്ലേജ് ഹെഡിനെയാണ് മഹൽവാരി എന്ന് വിളിക്കുന്നത്. ഈ വില്ലേജിൻ്റെ തലവൻ ആരാണോ പുള്ളി എന്ത് ചെയ്യണം, ടാക്സ് കളക്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് ആറ്റി. ദ ലാൻഡ് റവന്യൂ വാസ് റിവൈസ്ഡ് പീരിയഡിക്കൽ. ഇവിടെയും എന്ത് ചെയ്തു, ഒരു പെർമനൻറ്റ് ടാക്സ് സിസ്റ്റം അല്ലായിരുന്നു, പീരിയഡിക്കലായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ടാക്സ് കൊടുക്കുന്നതിൽ ചേഞ്ച് ഉണ്ടായിരുന്നു. ഓക്കെ, നോക്കുക, ദ ടാക്സ് റേറ്റ് വാസ് എക്സസീവ്. ഈ ഒരു സിസ്റ്റം വന്നപ്പോഴേക്കും ടാക്സ് റേറ്റ് വളരെ എക്സസീവ് ആയിരുന്നു. വളരെ ഉയർന്ന ടാക്സ് ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, കർഷകർ കൊടുക്കേണ്ടിയിരുന്നത്. ദ ടാക്സ് വാസ് കളക്റ്റഡ് ബൈ ട്രീറ്റിംഗ് ദ വില്ലേജ് ആസ് എ യൂണിറ്റ്. ഒരു വില്ലേജ് അല്ലെങ്കിൽ ഒരു മഹള് ഒരു യൂണിറ്റാക്കി കൺസിഡർ ചെയ്തുകൊണ്ടാണ്. അത് ഇപ്പോൾ ഒരു മഹളായിട്ട് കുറേ സ്ഥലങ്ങളെ തിരിക്കുന്നു, അവിടെയുള്ള ആളുകൾ ഇത്ര രൂപ ടാക്സ് അടയ്ക്കണം എന്നൊരു രീതിയിലേക്ക് എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ടാക്സ് റേറ്റ് വളരെ കൂടുതലുമായിരുന്നു. ഓക്കെ, ഇംപ്ലിമെൻ്റ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഈ മെഹൽവാരി സിസ്റ്റം കൊണ്ടുവന്നത് കൂടുതലായിട്ടും നമ്മുടെ നോർത്ത് വെസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യയാണ്, സച്ചസ് പഞ്ചാബ്, സിന്ധ് ആൻഡ് ഗംഗാ പ്ലെയിൻസ്. പഞ്ചാബ്, സിന്ധ്, ഗംഗാ സമതലങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ പറയുന്ന മഹൽവാരി സിസ്റ്റം എന്ത് ചെയ്തത്, കൂടുതലായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നമ്മുടെ 1857 വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട 3 ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ആണ് നമ്മളിവിടെ പഠിച്ചത്. ഓക്കെ, അടുത്ത് നോക്കുക, ബ്രിട്ടീഷുകാരുടെ ചില പ്രധാനപ്പെട്ട നയങ്ങൾ കൂടി നമുക്ക് പഠിച്ചു വയ്ക്കാം. ഒന്ന്,
സബ്സിഡറി അലയൻസ് 1798 സൈനിക സഹായ വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് നമ്മൾ പഠിച്ചു, റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ, എ പ്ലാൻ ഹി ഡിവൈസ്ഡ് വിത്ത് ദ എയിം ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ബ്രിട്ടീഷ് സുപ്രമസി ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവന്നെങ്കിലും പൂർണ്ണമായിട്ടും ഭരണമൊന്നും കിട്ടിയില്ല. അത് മാറണം, ബ്രിട്ടീഷുകാർക്ക് ഒരു സുപ്രമസി കിട്ടണം, അവരുടെ കയ്യിലായിരിക്കണം ഇന്ത്യ മൊത്തം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന പരിപാടിയാണ് ഈ സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ദ റൂളർ എൻ്ററിങ് ഇൻ ദ സബ്സിഡറി അലയൻസ് ഹാഡ് ടു മെയിൻറ്റെയിൻ എ പെർമനൻറ്റ് കമ്പനി ആർമി ഇൻ ദയർ റൈറ്റ് സ്റ്റേറ്റ്. അപ്പോൾ നമ്മുടെ ഇവിടെ നാട്ടുരാജ്യങ്ങളുണ്ട്. ഈ നാട്ടുരാജ്യത്തുള്ള ഏതെങ്കിലും ഒരു നാട്ടുരാജ്യത്തിന്, എല്ലാ നാട്ടുരാജ്യങ്ങൾക്കും എന്ത് ചെയ്യാം, ഈ അലയൻസിൽ പങ്കുചേരാം, സബ്സിഡറി അലയൻസിൽ പങ്കെടുക്കാം. അങ്ങനെ പങ്കെടുക്കുന്ന നാട്ടുരാജ്യത്തിന് കമ്പനി എന്ത് ചെയ്യും, ഒരു സ്ഥിരം ആർമിയെ കൊടുക്കും. അവർക്ക് വേണ്ടി ഇത് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടക്കുന്ന സമയത്ത്, ഇപ്പം നമ്മളൊരു നാട്ടുരാജ്യത്തിൻ്റെ രാജാവാണ് ഞാൻ, എൻ്റെ ഓപ്പോസിറ്റ് വേറൊരു നാട്ടുരാജ്യമുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഈ സബ്സിഡി അലയൻസിൽ പോയി ചേർന്നാൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു ആർമീനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്യും, എൻ്റെ രാജ്യത്തിൽ തരും. ഞാൻ അവരെ പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതായിരുന്നു നിയമം. ഹി ഹാഡ് ടു പ്രൊവൈഡ് ടാക്സ് ഫിക്സഡ് സം ഓർ ടെറിട്ടറി ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദിസ് ആർമി. അപ്പോൾ ഈ ആർമിയെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏത് നാട്ടുരാജ്യമാണോ ഈ അലയൻസിൽ പങ്കുചേരുന്നത് അവർക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു തുകയും അതുപോലെ ഒരു ടെറിട്ടറി എന്ത് ചെയ്യണം, കൊടുക്കണം. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് ആരാണോ വിളിക്കുന്നത് അവർ തന്നെയാണ്. ഓക്കെ, ദ സ്റ്റേറ്റ്സ് ഫോറിൻ പോളിസി ഹാഡ് ടു സറണ്ടർ ദ കമ്പനി. അപ്പോൾ ഈ ഒരു നിയമത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റിനൊരു പോളിസി കാണും. ഇപ്പോൾ ഒരു ആർമി ഇവിടെ വരുന്നു, ഒരു ബ്രിട്ടീഷ് ആർമി ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു നാട്ടുരാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ ഒരു ഫിക്സഡ് ആയിട്ടൊരു തുക അവർ നമുക്ക് കൊടുക്കണം. അതുപോലെ അവർ പറയുന്ന ഒരു ടെറിട്ടറി എന്ത് ചെയ്യണം, അവർക്ക് ആ സൈന്യത്തെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടി നാട്ടുരാജ്യം കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്റ്റേറ്റ് ഫോറിൻ പോളിസി എന്ന് പറയുന്നത്, അതായത് വിദേശ രാജ്യത്തിലുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് എന്തും ചെയ്യാൻ പറ്റില്ല, അതിനൊരു പോളിസി ഉണ്ട്. അത് ഈ നിയമത്തിന് മുന്നിൽ സറണ്ടർ ചെയ്യപ്പെട്ടു. ബ്രിട്ടീഷുകാർക്ക് ഇതിൽ പങ്കെടുക്കുന്ന രാജ്യത്ത് എന്തും ചെയ്യാമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു. ദ ബ്രിട്ടീഷ് റെസിഡൻറ്റ് ഹാഡ് ടു മെയിൻറ്റെയിൻ അറ്റ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ക്യാപിറ്റൽ. ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ പങ്കെടുക്കുന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റലിൽ ആര് താമസിക്കും, ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റ് താമസിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ആർമിയുടെ കാര്യങ്ങൾ നോക്കാൻ എന്നുള്ള രീതിയിൽ ഒരു ആളെ നമ്മളവിടെ എന്ത് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊരു നാട്ടുരാജ്യത്തിൻ്റെ രാജാവാണ്, നിങ്ങൾ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പിട്ടാൽ അല്ലെങ്കിൽ അതിൽ പങ്കുചേർന്നാൽ നിങ്ങൾ മാസാമാസം ഒരു നിശ്ചിത തുക ഈ ആർമിക്ക് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകും. നിങ്ങളുടെ രാജ്യത്ത് അവർക്ക് എന്ത് ചെയ്യണം, ഒരു വലിയ ടെറിട്ടറി എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിലായിരിക്കും രാജ്യത്തിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അവരുടെ ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ നിങ്ങൾ എന്ത് ചെയ്യണം, പൈസ കൊടുത്ത് നിങ്ങളുടെ സ്ഥലത്ത് താമസിക്കണം. ഓക്കെ ആണേ. The princely state entering the subsidiary alliance should not form alliance with other countries. ബ്രിട്ടീഷ് കാര്യമായിട്ട് ഇതിൽ നിങ്ങൾ ഒപ്പിട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റ് രാജ്യങ്ങളുമായിട്ട് ഏതൊരു രീതിയിലുള്ള അലയൻസും ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇവിടെയുള്ള പല നാട്ടുരാജ്യങ്ങളും ഇപ്പോൾ പല രാജ്യങ്ങളുമായിട്ടും കച്ചവട ബന്ധത്തിലും ഒക്കെ ഏർപ്പെട്ടിരുന്നതാണ്. അതിനൊന്നും നമുക്ക് പറ്റില്ല. ബ്രിട്ടീഷുകാർ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ പറ്റും, വേറെ രാജ്യങ്ങളുമായിട്ടൊന്നും അലയൻസിന് പറ്റില്ല എന്നുള്ളതാണ്. ദ റൂളർ ഹാഡ് ടു റിമൂവ് ആൾ യൂറോപ്യൻസ് അതർ ദാൻ ദ ഇംഗ്ലീഷ് ഫ്രം ദയർ സർവീസ്. ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ബാക്കി എല്ലാ യൂറോപ്യൻസിനെയും, ബ്രിട്ടീഷുകാരൊഴികെയുള്ള ബാക്കി എല്ലാ യൂറോപ്യൻസിനെയും അവരെന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ സൈനിക സഹായ വ്യവസ്ഥയുടെ എന്തെന്ന് പറയുന്നത്, നിർദ്ദേശങ്ങളെന്ന് പറയുന്നത്. ഇൻ റിട്ടേൺസ് ദ കമ്പനി ടുക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പ്രൊട്ടക്റ്റിംഗ് ദ അലൈഡഡ് സ്റ്റേറ്റ് ഫ്രം ദ അറ്റാക്ക് ഓഫ് എനിമി സ്റ്റേറ്റ്സ്. അപ്പോൾ മറ്റു നാട്ടുരാജ്യങ്ങൾ നമ്മുടെ നാട്ടുരാജ്യത്തിനെ ആക്രമിച്ചാൽ അതിനെ ആര് പ്രൊട്ടക്റ്റ് ചെയ്യും, ബ്രിട്ടീഷുകാർ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാർ ഇതിന് പകരം കൊടുത്തിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് നമ്മൾ പൈസ കൊടുക്കണം, മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു സ്ഥലം ഫിക്സഡായിട്ട് കൊടുക്കണം, കൊടുത്ത ആർമീനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം, ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിന് നമ്മുടെ ക്യാപിറ്റലിൽ താമസം കൊടുക്കണം. ഇതൊക്കെ ചെയ്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ മറ്റു രാജ്യങ്ങളുമായിട്ട് കരാറിൽ ഏർപ്പെടാൻ പാടില്ല, യൂറോപ്യൻസ് ഒഴികെ ബ്രിട്ടീഷുകാരൊഴികെയുള്ള എല്ലാ യൂറോപ്യൻസിനെയും ഒഴിവാക്കണം തുടങ്ങിയ വ്യവസ്ഥകളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ എന്ത് തരും, നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ തരും എന്നുള്ളതായിരുന്നു ഈ നിയമത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ നിയമം ശരിക്കും നാട്ടുരാജ്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, ഇന്ത്യയെ ബ്രിട്ടീഷുകാരുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന നിയമമായിരുന്നു ഈ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആർമി നിൽക്കുന്ന പ്രദേശം പതുക്കെ എങ്ങോട്ട് കൂട്ടച്ചേർക്കപ്പെടും, ബ്രിട്ടീഷ് അധിനിവേശ പ്രദേശമായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ എത്തിച്ചേരപ്പെടും എന്നുള്ളതാണ്. ദ നൈസാം ഓഫ് ഹൈദരാബാദ് വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ റൂളർ ടു അക്സെപ്റ്റ് ദിസ് സിസ്റ്റം. ഇത് അക്സെപ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഇതിൽ പങ്ക് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ റൂളറാണ് നൈസാം ഓഫ് ഹൈദരാബാദ്. ഹൈദരാബാദിലെ നൈസാമായിരുന്ന വ്യക്തി.
ഓക്കെ ആണേ. ഇത് ആ സബ്സിഡി അലയൻസിനെ കുറിച്ചിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വാസ് എ പോളിസി പ്ലാൻഡ് ഇംപ്ലിമെൻറ്റഡ് ബൈ ലോർഡ് വെല്ലസ്ലി ആണ്, ഹു ആർ ദ ഗവർണർ ജനറൽ ഓഫ് ദ എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ ആൻഡ് ആൾസോ സ്ട്രെങ്തൻ ഇറ്റ്. സോ അതായത് ബ്രിട്ടീഷ് ഇന്ത്യയെ സ്ട്രെങ്തൻ ചെയ്ത ഒരു ഗവർണർ ജനറൽ ആയിരുന്നു ലോർഡ് വെല്ലസ്ലി. അദ്ദേഹമാണ് എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്? സബ്സിഡി അലയൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ദിസ് ദ പ്രിൻസിലി സ്റ്റേറ്റസ് എൻറ്ററിങ് ഇൻ ടു ദ മിലിറ്ററി അലയൻസ് ബ്രിട്ടീഷ് ഹാഡ് ഫോളോ ദ സർട്ടൻ കണ്ടീഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് തന്നെയാണ് ടെക്സ്റ്റിൽ അത് പറഞ്ഞിട്ടുണ്ട്. ദ പ്രിൻസിലി സ്റ്റേറ്റ് വിച്ച് എൻറ്റേഡ് ഇൻ ദ സബ്സിഡറി അലയൻസ് പോളിസി ഷുഡ് കീപ് 1 യൂണിറ്റ് ഓഫ് ആർമി കമ്പനി പെർമനൻറ്റ് വിത്തിൻ ദ കിങ്ഡം. കിങ്ഡത്തിനകത്ത് പെർമനൻ്റ് ആയിട്ട് വയ്ക്കുക. ആൾ ദിസ് എക്സ്പെൻസ് ഓഫ് ദ കമ്പനി ട്രൂപ്പ് ഹാഡ് ടു ബിക്കം അലൈഡ് കിങ്. ഏത് രാജാവാണോ ഇതിൽ പങ്കെടുക്കുന്നത് പുള്ളിയായിരിക്കും ഈ കമ്പനിയുടെ മുഴുവൻ ചിലവുകളും വഹിക്കേണ്ടത്. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച പോയിന്റുകൾ തന്നെയാണ് പുസ്തകത്തിനകത്തൊരു പാർട്ടായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ദ അലൈഡ് കിങ് മസ്റ്റ് നോട്ട് എൻ്റർ ഇൻ ടു അലയൻസ് വിത്ത് അതർ യൂറോപ്യൻസ് കൺട്രീസ് വിത്തൗട്ട് കമ്പനീസ് അപ്രൂവൽ. കമ്പനിയുടെ അപ്രൂവൽ ഇല്ലാതെ മറ്റൊരു വിദേശ രാജ്യവുമായിട്ട് യൂറോപ്യൻ കൺട്രീസായിട്ടും ഒരു രീതിയിലുള്ള അലയൻസിനും ഈ രാജാവ് പോകരുത് എന്നുള്ളൊരു നിയമം. നോ ആക്ഷൻ കുഡ് ടേക്കൺ ബൈ ദ അലൈഡ് കിങ് വിത്തൗട്ട് കൺസൾട്ടിങ് ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല. ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായിട്ട് കൺസിഡർ ചെയ്യാതെ ഈ രാജാവ് ഒരു രീതിയിലുള്ള നിയമം എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാനായിട്ട് പാടില്ല. അയാൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായിട്ട് ആലോചിക്കണം. എന്തിൻ്റെ പേരിലാണ്? നമ്മൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുമെന്നുള്ള പേരിലാണ്. ദ അലയൻസ് കിങ് മസ്റ്റ് പ്രൊവൈഡ് അക്കോമഡേഷൻ ഫോർ ബ്രിട്ടീഷ് റെസിഡൻറ്റ് ഇൻ ദ കൺട്രി. ബ്രിട്ടീഷ് റെസിഡൻറ്റിന് കൺട്രിക്കകത്ത് എന്ത് ചെയ്യുക? അക്കോമഡേഷൻ ഉണ്ടാക്കി കൊടുക്കുക. ഇൻ ദീസ് കണ്ടീഷൻസ് വെർ വയലേറ്റഡ് ദ പ്രിൻസിലി സ്റ്റേറ്റ് വുഡ് ബി അനൗൺസ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. ഇതിലേതെങ്കിലും നിയമം തെറ്റിച്ചാൽ നമ്മൾ നിങ്ങളുടെ നാട്ടുരാജ്യത്തിനെ പിടിച്ചെടുക്കും എന്ന് പറയുന്ന വളരെ മനോഹരമായൊരു നിയമമാണ് ഇത്. പക്ഷേ ഈ നിയമത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ പോയി വീണിട്ടുണ്ട്. കാര്യം അവർ നോക്കുമ്പോൾ ബ്രിട്ടീഷ് സൈന്യം നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരു രാജ്യത്തിന് നമ്മളൊക്കെ ആക്രമിക്കാൻ പറ്റില്ല എന്നുള്ള ധാരണ അവർക്കുണ്ടായിരുന്നത് കൊണ്ട് പല രാജ്യങ്ങളും ഇതിനകത്ത് പങ്കുചേർന്നിട്ടുണ്ട്. അങ്ങനെ പങ്കുചേർത്ത രാജ്യങ്ങൾ സ്വാഭാവികമായിട്ടും നാട്ടുരാജ്യങ്ങളുടെ കാര്യമാണ് പറയുന്നത്, സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ അതാണ് നമ്മുടെ സബ്സിഡറി അലയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കി കൊണ്ടുവന്ന മറ്റൊരു പരിഷ്കരണമാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ദ ഇന്ത്യൻ വെർഷൻ ഓഫ് എൻചിറ്റ് സിസ്റ്റം പ്രിവെൻറ്റഡ് ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ നിന്നായിരുന്നൊരു സിസ്റ്റമാണ് എച്ച്നെറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഇന്ത്യൻ വെർഷനാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാമത് ദ പോളിസി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് ഡൽഹൌസി ഇൻ 1848. 1848 ഡൽഹൌസി പ്രഭുവാണ് ഈ പറയുന്ന ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ടുവന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. 48 ഡൽഹൌസി പ്രഭു. ഓക്കെ, നോക്കുക. The policy stipulated that if a native ruler died without a natural heir, this kingdom would be annexed by the British India. ഒരു ഭരണാധികാരി മരിച്ചു പോവുകയാണ്, അദ്ദേഹത്തിന് നാച്ചുറലായിട്ടുള്ള അവകാശികളൊന്നും ഇല്ല എങ്കിൽ, ശ്രദ്ധിക്കുക, നാച്ചുറലായിട്ടുള്ള അവകാശികൾ, അതായത് സ്വന്തം ചോരയിൽ ജനിച്ച മകളോ മകനോ മകളാണ് ഉദ്ദേശിക്കുന്നത്, മകനാണ്, ആണുങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഭരിക്കുന്നത്. അപ്പോൾ ആൺമക്കളില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥലം ബ്രിട്ടീഷുകാർ അവരുടെ ഭാഗത്തോട് കൂട്ടിച്ചേർക്കും എന്നുള്ള നിയമമാണ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ യൂറോപ്പിൽ നിലനിന്നിരുന്ന എച്ച്നെറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. ഓക്കെ, നോക്കുക, ഇതിനെ പറ്റിയിട്ട് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് ദ റൂളർ ഓഫ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ഡൈഡ് വിത്തൗട്ട് എ മെയിൽ ഹെയർ. ഒരു പുരുഷനായിട്ടുള്ള അനന്തരാവകാശം ഇല്ലാതെ മരിച്ചു പോയാൽ സ്ത്രീകൾ ആണ്, അയാൾക്ക് കുഞ്ഞുങ്ങളുണ്ട്, പക്ഷേ അത് ഒരു സ്ത്രീ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്കും ഭരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലും ബ്രിട്ടീഷുകാരെ കൂട്ടിച്ചേർക്കും എന്നുള്ളതാണ്. ദെയർ വാസ് എ പ്രാക്ടീസ് ഓഫ് ഫൈൻഡിങ് എ ബോയ് ഫ്രം അനദർ ഫാമിലി ആസ് ദേ ഹെയർ. അപ്പോൾ ഒരു രാജാവിന് ആണായിട്ടുള്ള മക്കളില്ല എന്നുണ്ടെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും, മറ്റൊരു കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് ചെയ്യും, ഒരു അനന്തരാവകാശം ദത്തെടുക്കും, വേറൊരാളെ അയാളുടെ അവകാശിയായിട്ട് സ്വീകരിക്കും, ഒരു മകനായിട്ട് ദത്തെടുക്കുക ഉണ്ടാകുന്നു. ഹവർ ദ കിങ്സ് പവർ ടു അഡോപ്റ്റ് വാസ് അബോളിഷ്ഡ് അണ്ടർ ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എനാക്റ്റഡ് ബൈ ലോർഡ് ഡൽഹൌസി. അപ്പോൾ ലോർഡ് ഡൽഹൌസിയുടെ ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന നിയമം വന്നതോടുകൂടി അങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാക്കി. അവന്മാരെ ബുദ്ധി നോക്കണേ. രാജാവിന് ആൺമക്കളില്ല എങ്കിൽ എന്ത് ചെയ്യാം, വേറൊരു സ്ഥലത്ത് നിന്ന് ദത്തെടുക്കാം. അങ്ങനെ ദത്തെടുക്കാൻ പറ്റില്ല എന്ന് നിയമം കൊണ്ടുവന്നു. ദത്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവകാശികളില്ലെങ്കിൽ എന്ത് ചെയ്യും, ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്ഥലം പിടിച്ചെടുക്കും. ഓക്കെ, ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നത് കൊണ്ടുവന്ന ആൾ ഡൽഹൌസിയാണ്. ഇൻ ദ അബ്സെൻസ് ഓഫ് എ ഹെയർ
ദ പ്രിൻസിലി സ്റ്റേറ്റസ് വുഡ് ഫാൾ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പിടിച്ചെടുക്കാം എന്നുള്ള നിയമമായിരുന്നു ഈ പറയുന്ന ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. മെനി പ്രിൻസിലി സ്റ്റേറ്റസ് വെയർ അൻസിഡ് ടു ദ ബ്രിട്ടീഷ് ഇന്ത്യ അണ്ടർ ദീസ് ടു പോളിസീസ്. അപ്പോൾ ഈ രണ്ട് പോളിസികൾ, ഡോക്ട്രിൻ ഓഫ് ലാപ്സും അതുപോലെ തന്നെ സബ്സിഡറി അലയൻസ്, ഈ രണ്ട് നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരുപാട് ഇന്ത്യൻ പ്രദേശങ്ങൾ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ പതിയെ പിടിച്ചെടുത്തു. ഈ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ശേഷമാണ് എന്ത് ചെയ്തത്, അവിടുത്തെ നാട്ടുരാജാക്കന്മാർക്ക് ബോധമുണ്ടായത്. അവരെന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും ഇതിനെതിരെ എതിർക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ 1857 വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ദ പ്രിൻസിലി സ്റ്റേറ്റസ് ഓഫ് ഔദ് വാസ് ആൾസോ അനൗൺസ്ഡ് ടു ബ്രിട്ടീഷ് ഇന്ത്യ ഓൺ ചാർജസ് ഓഫ് മിസ്റൂൾ. മിസ്റൂളാണ് അവിടെ നടക്കുന്നത്, മോശം ഭരണമാണ് കാഴ്ചവെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർ ആദ്യമായി കൂട്ടിച്ചേർത്ത പ്രദേശമാണ് ഔദ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടിട്ടൊക്കെയാണ് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. ഇനി നമ്മൾ പറഞ്ഞു ഇത് മീററ്റിലാണ് തുടങ്ങിയത്, ഇത് മറ്റ് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയുണ്ടായി എന്ന് പറഞ്ഞു. ഈ പറയുന്ന വ്യാപിച്ച സ്ഥലങ്ങളും ഇതിൽ പ്രവർത്തിച്ച ആളുകളുമായിട്ട് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് ഓരോ പ്രദേശത്തും ഈ കലാപം നടന്ന അല്ലെങ്കിൽ ഓരോ പ്രദേശവും കൂട്ടിച്ചേർത്ത വർഷമാണ്. സത്താറ കൂട്ടിച്ചേർത്തത് 1848 എന്ത് ചെയ്തത്, സത്താറ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നത്. ജയ്പൂർ കൂട്ടിച്ചേർത്തത് 1849 സാമ്പൽപൂറും 49 കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ 48 സത്താറ കൂട്ടിച്ചേർക്കുന്നു, 49 ജയ്പൂരും സാമ്പൽപൂറും കൂട്ടിച്ചേർക്കുന്നു. ഭഗത്പൂർ കൂട്ടിച്ചേർക്കുന്നത് 1850 ഉദയ്പൂർ 52 കൂട്ടിച്ചേർക്കുന്നത്. ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഝാൻസി കൂട്ടിച്ചേർക്കുന്നത് 1853, നാഗ്പൂർ 54, ആർക്കോട്ട് 55, ഔദ് 56. അവസാനമായിട്ട് കൂട്ടിച്ചേർക്കുന്ന പ്രദേശമാണ് ഔദ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സത്താറ 48, ജയ്പൂർ 49, സാമ്പൽപൂർ 49, ഭഗത്പൂർ 50, ഉദയ്പൂർ 52, ഝാൻസി 53, നാഗ്പൂർ 54, ആർക്കോട്ട് 55, ഔദ് 56. ഔദ് കൂട്ടിച്ചേർക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്, എന്ത് റീസൺ പറഞ്ഞുകൊണ്ടാണ്, അവിടെ മിസ്റൂളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഔദ് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ ഓരോ ടെറിട്ടറിയും അത് കൂട്ടിച്ചേർത്ത വർഷവുമാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി 1857 മെയ് 10 വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നു. മീററ്റിൽ തുടങ്ങിയ വിപ്ലവം മറ്റ് പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പല സ്ഥലങ്ങളിലും വിപ്ലവം നയിച്ച വ്യക്തികൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഈ വിപ്ലവത്തിൽ വേറെ ആരൊക്കെ പങ്കെടുത്തു, ഏതൊക്കെ നേതാക്കൾ പങ്കെടുത്തു, ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു, അവസാനം വിപ്ലവം എങ്ങനെ സമാപിച്ചു തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി.